विद्महे मार्तण्डाय धीमहि तन्नः सूर्यः प्रचोदयात्। സാറെത്തിയോ? ആ, വേഗം ചെല്ല്. പോയി ഇച്ചിരി വഴി തന്നേ എൻ്റെ സാറേ, ഇച്ചിരി വഴിതാ. സാറേ, സാർ ഉച്ച കഴിഞ്ഞ് വരുമെന്നല്ലേ പറഞ്ഞ്? ഗുഡ് മോർണിംഗ് കുമാർ. എനിക്ക് ഉച്ച കഴിഞ്ഞവരെ കാത്തിരിക്കാന്ന് പറയുമ്പോൾ വക്കീലെ, ഏത് കോടതിയിലാ? 5-ാം കോടതിയോ? മജിസ്ട്രേറ്റ് കോടതിയാണ്. എൻ്റെ പൊന്നു വക്കീലെ, പെട്ടെന്ന് ഓടിച്ചല്ലേ. പിന്നെ പ്രതിക്ക് വാറണ്ട് ആക്കി വരരുത്. കോടതി സമയമല്ലേ സാറേ, നല്ല തിരക്കാ. പിന്നെ സാറിൻ്റെ കാര്യം ഞാനൊരു വക്കീലിനോട് പറഞ്ഞിട്ടുണ്ട്. ആളിനെ ഒന്ന് വിളിച്ചു നോക്കാം. നല്ല മുന്തിയ വക്കീലാണല്ലോ അല്ലേ? അതെന്ത് ചോദ്യമോ സാറേ, നമ്മളതൊക്കെ അറിഞ്ഞും കേട്ടുമല്ലേ ചെയ്യൂ. നല്ല തിരക്കുള്ള മനുഷ്യനാ. ഏത് കോടതിയിലായിരിക്കും? ഹലോ കുമാരേട്ടാ. എബിൻ സാറേ, ഇപ്പൊ ഏത് കോടതിയിലുണ്ട്? കോടതിയിലോ? കോടതിയിലാണെങ്കിൽ ഞാൻ ഫോൺ എടുക്കാം കേട്ടാ. ഞാൻ അവിടെ ക്യാൻറ്റീനിലിരുന്ന് വടയും ചായം കഴിച്ചോണ്ടിരിക്കുക. സാർ അതൊരു ജൂനിയറിനെ ഏൽപ്പിച്ചിട്ട് പെട്ടെന്നൊന്ന് വന്നേ. അയ്യോ, കക്ഷിപ്പോഴെത്തിയോ? 5 മിനിറ്റ്, ഞാൻ എന്താ വരുന്നേ. വേറെ ആരും കൊത്തിക്കൊണ്ട് പോകാൻ നോക്കിയോണേ. ഇതെങ്ങോട്ടാ വക്കില്ല? പതിവില്ലാതെ കോട്ടും ഗൗണും ഇട്ടോണ്ട്. പേടിക്കണ്ട, ഗുണം പിടിച്ചിട്ടില്ല. ഇത് രാവിലത്തെ ഉച്ചത്തേത് ഉച്ചക്ക് തരണേ. ഹലോ കുമാർ. സാർ, സാർ ഇതാണ് ആൻഡോ സാറ്. എബിൻ മാത്യു. എബിൻ മാത്യു. ഈശംശയ്ക്ക് സ്തുതിയിരിക്കട്ടെ. അപ്പോൾ സാറേ,
എനിക്ക് വളരെ വേണ്ടപ്പെട്ട കക്ഷി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ സാറിനെ ഈ വക്കാലത്ത് ഏൽപ്പിക്കുന്നത്. ഓ ബാക്കിയൊക്കെ നിങ്ങൾ തമ്മിലായിരിക്കും. എനിക്ക് ഇച്ചിരി ധൃതിയുണ്ടേ. ശരി. കുമാർ, ഞാൻ കണ്ടോളാം കേട്ടോ. താങ്ക് യു. എന്തായിരുന്നു കേസ്? കേസ് നമുക്ക് ഓഫീസിൽ നിന്ന് സംസാരിച്ചാൽ പോരെ? ആ മതി മതി, നമുക്ക് സാറിന്റെ ഓഫീസിലേക്ക് പോവാം. വണ്ടിയില്ലേ? എൻ്റെ ഓഫീസിലല്ല, എബിൻ സാറിൻ്റെ ഓഫീസിൽ. എൻ്റെ ഓഫീസിലേക്ക്? എൻ്റെ ഓഫീസിലേക്ക് പോവാം. ഈ കോമ്പൻസേഷൻ കിട്ടാൻ കുറേ സമയം എടുക്കും. ഒരു മിനിറ്റ്. താൻ ഈ വിജയനെ മർദ്ദിച്ചതിന് ദൃക്സാക്ഷികളില്ലല്ലോ. ഇല്ല സാർ. എങ്കിൽ നമ്മൾ വാദിക്കാൻ പോകുന്നത് ഈ വിജയൻ മദ്യപിച്ച് പോലീസുകാരുമായുണ്ടായ വാക്കുതർക്കത്തിൽ അവരുടെ മർദ്ദനമേറ്റ് മരണമടഞ്ഞു എന്നും, എന്നിട്ട് ഈ പോലീസുകാർ തന്നെ വിജയനെ ആശുപത്രിയിലാക്കുകയും വിജയന്റെ സുഹൃത്തായ തൻ്റെ തലയിൽ ഈ കുറ്റം ചാർത്തുകയും ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ പോലീസുകാരെ പ്രതിയാക്കും. പറഞ്ഞവനെ. ആ ഹലോ, അഡ്വക്കേറ്റ് എബിനാണ്. ഞാൻ വിളിച്ചത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ പ്രോപ്പർട്ടി ഒന്ന് ഒഴിപ്പിക്കേണ്ടി വരും. അയ്യോ, പ്രോപ്പർട്ടി ഇപ്പോൾ ഒഴിപ്പിക്കാൻ പറ്റില്ല. അവിടെ ഇപ്പോൾ ആളിരിക്കല്ലേ. വക്കീൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ചേ പറ്റൂ. എന്റെ കക്ഷി ആകെ പെട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞ എങ്ങനെയാ? അതിപ്പോ മറ്റൊരാൾ ഉപയോഗിച്ചോണ്ടിരിക്കല്ലേ. എന്റെ വക്കീലെ, നമ്മൾ എത്ര ഒഴിപ്പിച്ചിരിക്കുന്നു? അതിനുള്ള നിയമവശം ഞാൻ ഇനി പറഞ്ഞു തന്നിട്ട് വേണം. എന്താ സാർ? രാവിലെ ഒരു തലവേദന. നമുക്ക് പോയി എന്തായാലും കഴിക്കാം. ഞാൻ കഴിച്ചത്. അത് സാരമില്ല, ഞാൻ കഴിക്കാം. പൈസ ഉള്ള ബാഗോടെ എടുത്തോ. ഓ. വാ. അതെ, ഈ കോടതിക്ക് തെളിവുകളാണ് പ്രധാനം. അത് പരിശോധിച്ചിട്ടാണ് താൻ കുറ്റക്കാരനാണോ അല്ലേ എന്നൊക്കെ തീരുമാനിക്കുന്നത്. തനിക്കെതിരെ എവിഡൻസും ഇല്ല, സാക്ഷികളും ഇല്ല. പിന്നെ എന്തിനാ പേടിക്കുന്നത്? വരൂ, അത് കയറിയാം. ഇതൊരു ചെറിയ ഓഫീസാണല്ലോ കുമാർ. ഓഫീസിന്റെ വലിപ്പത്തിലല്ലോ കാര്യം. സാറിന്റെ കേസ് എന്തായിരുന്നു? എന്നെ ഒരാൾ ചീറ്റ് ചെയ്തു. ചീറ്റിംഗ് ആണ് നമ്മുടെ മെയിൻ. IPC 415, 420. അവന് ജാമ്യം പോലും കിട്ടില്ല. കിട്ടരുത്. കോടതി കഴിഞ്ഞോ? കഴിഞ്ഞു. അകത്താരാ ഉള്ളേ? മറ്റേ ജാമ്യത്തിൻ്റെ പാർട്ടി. ഓ, ഇതിൻ്റെ ഒരു ഒബ്ജക്ഷൻ റെഡിയാക്കണേ. ഇത് ഇതുവരെ കെട്ടാൻ പഠിച്ചില്ലേ മാധവി? വക്കീലിന് ഇപ്പോഴേ ഫയൽ നേരവണ്ണം കുത്തിക്കെട്ടാൻ അറിയത്തില്ല. ആ വക്കീലേ, ഇത് രണ്ടും നാളത്തേക്കുള്ള കേസാണ്. ഒരു CMP ഉണ്ട്, പിന്നെ ഒരു MC റെഡിയാക്കാണ്. ചേട്ടാ, എനിക്കിന്ന് നേരത്തെ പോകണം. ഞാൻ പറഞ്ഞതല്ലേ. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇത് നാളത്തേക്കുള്ള കേസാണ്. ചേട്ടാ, അവളെ പ്രസവമായിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ടൊന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇന്നെങ്കിലും ഞാൻ പോയില്ലെങ്കിൽ എൻ്റെ സ്വന്തം ഡിവോഴ്സ് ഞാൻ തന്നെ വാദിക്കേണ്ടി വരും. ചേട്ടാ, സിജോയേട്ടൻ പൊക്കോട്ടെ, ഞാൻ ചെയ്തു തീർത്തേക്കാം. എൻ്റെ കുഞ്ഞെ ഇത് ചെയ്ത് കഴിയുമ്പോൾ പാതിരാത്രിയാവും. പിന്നെ വക്കീൽ സാർ എന്നോട് കൂട്ടിയിരിക്കാൻ പറയും. എനിക്കാരും കൂട്ടിയിരിക്കൊന്നും വേണ്ട, സാറിനോട് പറയാണ്ടിരുന്നാൽ മതി. താങ്ക്സ്. അതെ, വലിയ സൂചിപ്പിക്കലൊന്നും വേണ്ട. ചേട്ടൻ പലതവണ ഇവരുടെ മുന്നിൽ എന്നെ കൊച്ചാക്കാൻ നോക്കുന്നുണ്ട്. ഈ പരിപാടി നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ മഞ്ജു ചേച്ചിക്ക് മെസ്സേജ് അയക്കണ കാര്യം അത് ഞാൻ സാറിനോട് പറഞ്ഞു കൊടുക്കും. അത് പിന്നെ അവരുടെ ഡിവോഴ്സിൻ്റെ കേസിൻ്റെ ഡൗട്ട് പാതിരാത്രിക്ക്. സാറ് വിളിക്കുന്നു. വക്കീലിനല്ല, വക്കീലിനെ. ചാർജ് ഷീറ്റ് ഒന്ന് വന്നോട്ടെ. FIR കോഷ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. സർ, ഇതാ ഞാൻ പറഞ്ഞ ആള്. മാധവി, ഇവരാണ് ബെയിലിൻ്റെ ഷുവർട്ടീസ്. ഹലോ. ആധാർ കാർഡിൻ്റെ കോപ്പിയും കരമടച്ച റെസിപ്റ്റും എല്ലാം വെച്ചിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് മാധവി എക്സിക്യൂട്ട് ചെയ്താൽ മതിയാവും. അല്ല സാറേ, ജാമ്യം കിട്ടാൻ സാറ് തന്നെ പോയാൽ പോരെ? ജാമ്യം ഓൾറെഡി കിട്ടിയതാണല്ലോ, ഞാൻ പോയാണ്ടാണല്ലോ കിട്ടിയത്. ഇതിപ്പോൾ ഡോക്യുമെന്റ്സ് മാത്രം സബ്മിറ്റ് ചെയ്താൽ മതിയാവും. അത് മാധവി ചെയ്തോളും. അതെ, പക്ഷേ വേറെ വല്ല പ്രശ്നം വന്നാലോ? വക്കീലെ ചെറുപ്പമല്ലേ. മാധവിയൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനല്ലേ തലേ ദിവസം ഡോക്യുമെന്റ് എല്ലാം വാങ്ങി വെക്കുന്നത്. പേടിക്കാനൊന്നുമില്ല. വക്കീലേ. വന്നോ. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് കഴിച്ചോട്ടെ. സോറി, എനിക്ക് ഓഫീസ് മാറിപ്പോയി. അത് സാരമില്ല, എന്തായാലും വന്നതല്ലേ, കയറി ഇരിക്കേ. ഇത് തന്നെയാണല്ലോ. എക്സ്ക്യൂസ് മീ, ഇവിടുത്തെ വക്കീൽ സാർ ഇവിടെ പോയി? ഇവിടുത്തെ വക്കീൽ സാർ ഇവിടെ ഇരിക്കുന്നു. അതല്ല, ഇവിടെ ഒരു മെയിൻ വക്കീൽ ഉണ്ടായിരുന്നില്ലേ, ആ വക്കീൽ സാർ? ഇതെല്ലാം കൂടി ചേർത്ത് ഇവിടെ ഒരു വക്കീലേ ഉള്ളൂ. പുറത്തിറങ്ങിയ ബോർഡ് നോക്കിയേ, സതീഷ് പുള്ളൂർ, BCom LLB. വിശ്വാസമായില്ലേ? അറച്ചു നിൽക്കാതെ അകത്തേക്ക് വാ. ഒരു മിനിറ്റ്, ഒരു കോൾ ചെയ്യണം. ആ കുമാർ,
ആ പൊട്ടനെ ഞാൻ എല്ലാം പറഞ്ഞു പഠിപ്പിച്ച് വിട്ടതാണെന്നേ. പിന്നെ എന്തിനാണോ തിരിച്ചു വന്നത്? അത് നീ പറഞ്ഞ ലോ പോയിന്റ്സ് ചിലപ്പോൾ മനസ്സിലായി കാണില്ല. ആ അതായിരിക്കില്ല. അവിടുത്തെ ലോക്കൽ സെറ്റപ്പ് കണ്ട് ഡൗട്ട് അടിച്ച് തിരിച്ചു വന്നായിരിക്കാൻ വഴിയുള്ളൂ. എന്നാ പിന്നെ നീ പോയി വലിയ റിച്ച് സെറ്റപ്പ് ഉണ്ടാക്കടാ. റിച്ച് ഒന്നല്ല, ഒരു മീഡിയം സെറ്റപ്പ് കിട്ടിയാൽ ഞാൻ ചാടും. ചാടുമല്ലോ. ആ ചാടും. ഉറപ്പാണേ. എങ്കിൽ ആ സുരേന്ദ്ര സാറിന് ഓഫീസ് ഒഴിയുന്നുണ്ടെന്ന് കേട്ടു. നിനക്ക് പറ്റിയതാണ്. വേണേ പോയി നോക്കാം. വാടക എത്രയോ? ഒരു 15,000. ഓ, മീഡിയ സെറ്റപ്പിന് അത്രയെങ്കിലും കൊടുക്കണ്ടേ? എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനാ? ഡാ, നീ ആദ്യം ഒരു ഇരിപ്പിടം ഉണ്ടാക്കും. വാടക കൊടുക്കാനുള്ള വഴിയൊക്കെ താനേ ഉണ്ടാവും. അല്ലെങ്കിൽ നീ വീട്ടിൽ നിന്ന് മറിക്കടാ. ഒന്നും വേണ്ട, നിന്റെ അളിയനോട് ചോദിക്കേ. അയാളുടെ ബാറിലെ ബിയർ കുപ്പി മാത്രം പെറുക്കി വിറ്റാൽ മതി. 2 ഓഫീസ് എടുക്കുക. ഒന്നും ശരിയാവില്ല, മോശമാണ്. ആ, അപ്പൊ എന്നെ പടിയടച്ച് പിണ്ടം വയ്ക്കുന്നതിൽ നിനക്കൊരു മോശം തോന്നുന്നില്ല അല്ലേ? താങ്കൾ എന്റെ വെളിപ്പുറത്തുള്ള ഒരു ദൈവം. ദിവസം ബിജു. നല്ല രസമുണ്ട് എന്താണ് കേൾക്കാൻ. വാട്ട് ഇസ് ദ കൂലങ്കഷമായ ചർച്ച ഗോയിങ് ഓൺ? അത് ഒരു ഓഫീസ് ഒഴിയുന്നുണ്ട്. ഇവനെ കൊണ്ട് നെടുപ്പിക്കാനേ. നടക്കുന്ന കാര്യമല്ല പറ മുള്ളൂരെ. ഇവനീ പറച്ചില് മാത്രമേ ഉള്ളൂ. നിന്നോട് ഇവിടെ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? നിന്നോട് ഇതിനെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയണ പണ്ടേ നിർത്തി. ഗിബിനും ഉണ്ടായിരുന്നാ പോലെ. മിണ്ടുന്നില്ല. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്റെ മധു, ഇവൻ എവിടെയെങ്കിലും ഒന്ന് ഉറപ്പിച്ചാലല്ലേ എനിക്ക് ഒരിടത്ത് തിരിക്കാൻ പറ്റൂ. ഉച്ചയ്ക്ക് ശേഷം വിധിയല്ലേ? ആ, അത് നമുക്ക് അനുകൂലമായിരിക്കും. അത് വെച്ചല്ല. എന്താ കേസ്? ഡൊമസ്റ്റിക് വയലൻസ്. ശരിക്കും ഡൊമസ്റ്റിക് വയലൻസ് ആണോ അതോ ചുമ്മാ എഴുതി ചേർത്താണ്? കേസ് ചെയ്യണ്ടേ? ഇതൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ കല്യാണം പോലും കഴിക്കാത്തത്. കുറച്ചൊക്കെ പേടി നല്ല. ആ പിന്നെ പേടിക്കണം, അല്ലെങ്കിൽ ഈ പാവത്തിന് കുടിക്കുമല്ലോ നമ്മളും കൊടുക്കൂലേ? ഏത് വകയിലെ പാവം? അയാൾ പെണ്ണുപിടിക്കാൻ പോകുന്നില്ലെന്ന് നിങ്ങൾക്ക് കുഴപ്പമില്ല. എങ്കിൽ പിന്നെ അത് മാത്രം പറഞ്ഞാൽ പോരെ? അല്ലെങ്കിലേ നിങ്ങൾക്കാണ് മുൻഗണന. പിന്നെ എന്തിനാണ് ഇല്ലാത്ത വകുപ്പൊക്കെ എഴുതി ചേർക്കുന്നത്? ഇല്ലാത്ത വകുപ്പൊന്നുമല്ല, മെന്റൽ അബ്യൂസ് ആൻഡ് ഡൊമസ്റ്റിക് വയലൻസ് തന്നെയാണ് ബി. പിന്നെ ഞങ്ങൾക്ക് ഒരു മുൻഗണനയുടെ ആവശ്യമില്ല. ഇങ്ങനത്തെ മുൻവിധികൾ ഉണ്ടാവാണ്ടിരുന്നു. ആയിക്കോട്ടെ. അല്ല, എന്റെ കക്ഷിയുടെ പേരിൽ നിങ്ങൾ എന്തിനാ തർക്കിക്കുന്നത്? ആ, ഉടനെ എത്തിയേക്കാം. സാർ വിളിച്ചു ഓഫീസിലോട്ട്. ആ വേഗം ചെല്ലു. ഇതുപോലെ ഏതെങ്കിലും പാവത്തിന് തൂക്കിക്കൊല്ലാനായിരിക്കും. എന്റെ വായിരിക്കുന്ന കേക്ക് പോയാ ചേട്ടാ, എന്റെ ജ്യൂസ് അവന്റെ പറ്റിലെഴുതിക്കോ. ഇവളോട് സംസാരിച്ചിരിക്കാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ടല്ലേ കൂടുതൽ സംസാരിക്കാത്തത്. സത്യം. ആ, ഇറങ്ങാറേ. പേടിക്കാൻ എന്താ ഉള്ളേ? ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ചെറിയാൻ ചേട്ടനില്ലേ? ലേറ്റ് ആവില്ല. മധു, നീ ഇതുവരെ പോയില്ലേ? ഞാൻ ഇറങ്ങിയതാ. അപ്പൊ നിന്റെ അമ്മ വിളിച്ചു പറഞ്ഞു നീ ഇവിടെ ഉണ്ടെന്ന്. നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണെങ്കിൽ ഞാനും കൂട്ടുവരാന്ന് വിചാരിച്ചു. പേടിയോ? ആർക്ക് പേടി? അല്ലെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് പോയാൽ എന്താ കുഴപ്പം? എന്നെ ആരെങ്കിലും പിടിച്ചോണ്ട് പോകും? നിന്നെ അറിയാവുന്ന ആരും പിടിച്ചോണ്ട് പോവില്ല. മധു, മധു, ഞാൻ ഇവിടുന്ന് വലത്തോട്ടാ. എന്തിന്? എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ കയറണം. അപ്പൊ നാളെ കാണാം. ഗുഡ് നൈറ്റ്. നീ എന്നെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട്? അല്ല, നീയല്ലേ പറഞ്ഞ നിനക്ക് പേടിയൊന്നുമില്ല, നീ ഒറ്റയ്ക്ക് അല്ല, പോക്കോളാം. അത് ഞാൻ എപ്പോഴും പറയും. എനിക്ക് പേടിയില്ല. പക്ഷെ നീ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വെറുതെ വിളിച്ചു പറയരുത്. ഇതാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് ഈ വാചകടി മാത്രമേ ഉള്ളൂ. നീയല്ലേ എന്നോട് പൊക്കോളാൻ പറഞ്ഞത്? വേണ്ട വേണ്ട, എബി പോക്കോ, ഞാൻ ഒറ്റയ്ക്ക് പോക്കോളാം. അപ്പൊ ഗുഡ് നൈറ്റ്. കൂടെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചതൊന്നുമല്ല, സാറായിട്ട് വന്നതാ. വാ മോനെ, കഴിച്ചിട്ട് പോ. വേണ്ട, പെങ്ങളോൾ എന്നെ വന്നിട്ടുണ്ട്. അവരെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഏതോ ഫ്രണ്ടിന്റെ വീട്ടിൽ പോണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പലതും പറയും. ഓഹോ, ശരി അമ്മ, പോട്ടെ. കഴിഞ്ഞവണ ചാലക്കുടി ഇന്നപ്പോഴേ നമ്മുടെ പാർട്ടിക്കാരനെ ജേക്കബ് സാറിന്റെ കാല് വാരിയത്. അതുകൊണ്ട് ഇത്തവണ സാർ അവിടെ നിൽക്കുന്നതെന്ന് അറിയാവോ ഡാഡിക്ക്? നമ്മുടെ സ്വന്തം പാലാ മണ്ഡലത്തിൽ. ഞങ്ങളങ്ങ് ഉറപ്പിക്കോ ഡാഡി. കാശത്തിന് ഇറങ്ങുന്നെന്ന് അറിയാവോ? എടാ പിന്നെ എൻ്റെ എത്ര പൊട്ടു നിനക്കറിയോ? കോടികളാ പപ്പ. ഇതുകൊണ്ട് ജോസിന് എന്തെങ്കിലും ഗുണമുണ്ടാവും? ഗുണം മാത്രമേ ഉള്ളൂ ഡാഡി. എൻ്റെ അളിയ ഇല്ലിന്ന് പിടിവിട്ട് ഞാൻ പറയുന്നു കേക്ക്. അളിയൻ പറഞ്ഞു, ഞാൻ കേൾക്കുന്നുണ്ട്. രാഷ്ട്രീയമില്ലാതെ നാട്ടിലെ പാവപ്പെട്ട അബ്കാരികൾക്ക് നിലനിൽപ്പില്ലെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ജേക്കബ് സാർ ജയിച്ച മന്ത്രിയാ, ഒരു 5 വർഷം പോരും എനിക്കും.
എന്നിട്ട് വേണം രാമപുരം കിടങ്ങൂരിലെ ബാർ ലൈസൻസ് ഒന്ന് പൊടിതട്ടിയെടുക്കാൻ. കുറച്ച് സമൂഹ സേവനം. അളീനും ഉണ്ടാവും അതിൻ്റെ നേട്ടം. കുറച്ച് മതി. കുറച്ചൊന്നുമല്ല, നല്ല തോതി നേട്ടം ഉണ്ടാവും. അതല്ല ബീഫ്. ആ ബീഫാണ് എനിക്കും കുറച്ചിട്ടേക്ക്. നേട്ടം എന്ന് പറയുമ്പോ എങ്ങനത്തെ മോനെ? എല്ലാ തോലും നേട്ടമാന്നേ. പിന്നെ ഞാൻ മനസ്സിൽ ചില കാര്യങ്ങളോ കണ്ടിട്ടുണ്ട്. മന്ത്രിയുടെ മോളെ എങ്ങനെ എനിക്ക് കെട്ടിച്ചേരാൻ പോവാണോ? അയ്യടാ മോനെ ജോസേ, ഓ ഇവനെ ഒന്ന് മനസ്സ് വെച്ച് എവിടെയെങ്കിലും ഒന്ന് എത്തിക്കണേ. ഇല്ലെങ്കിൽ പറമ്പിൽ വവ്വാല് പറക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നടപ്പ് മാത്രമായി പോവും. ഒരു പെണ്ണ് പോലും കിട്ടില്ല അവന്. എൻ്റെ അമ്മ ആണുങ്ങളാകുമ്പോൾ കുറച്ച് നടന്നാലേ പരുവാകത്തുള്ളൂ. ഒന്ന് മൂക്കട്ട് പിടിച്ച് കിട്ടിക്കാം. മന്ത്രിയുടെ മോളാണെങ്കിൽ എനിക്കും ഒക്കെ കേട്ടോ. മൂപ്പിക്കല്ലേ. എടാ നിന്റെ മുറിയുടെ കാര്യം ശരിയോ? നോക്കുന്നുണ്ട്, ഇതുവരൊന്നും ശരിയായിട്ടില്ല. എടാ കൊരിയച്ചൻ്റെ മുറി തമ്മാനൊരു ചുമ്മാ അടക്കല്ലേ. ഒരു വാടകയും കൊടുക്കണ്ടെന്ന് ഞാൻ വിളിച്ച് പറയാം. ഏയ് അതൊന്നും ശരിയാവില്ല. ഓ ഇല്ല, അഭിമാനി. ഇത് കഴിച്ചിട്ടോ? ദാ. അതെ, മറ്റേ കേസ് മാറി. ഇവിടെ എന്തായി? ഇതോട് കൊണ്ടുവരാൻ പോ. I am for the accused, Your Honor. Bail application already allowed. Today, sureties are present for executing bail bond. ഇതിൽ പ്രോപ്പർട്ടി ടാക്സ് റെസിപ്റ്റ് ഇല്ലല്ലോ. ബെയിൽ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള രീതികളും കാര്യങ്ങളൊന്നും വക്കീലിന് അറിയില്ലേ? Your Honor, അതിലെല്ലാം ഉണ്ട്. എന്നിട്ട് എവിടെ? അതിലെല്ലാം ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. കൗൺസിൽ ഷുഡ് ബി റെസ്പോൺസിബിൾ. ഡോക്യുമെന്റ്സ് ആർ നോട്ട് സഫീഷ്യന്റ്. ബെയിൽ ക്യാൻസൽ. Your Honor, അടുത്ത കേസ് വിളിക്കാം. SC 257/18. എന്താണ് പുതിയ പ്രശ്നം? ഒന്നുമില്ല. ഉറപ്പാണോ? ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഇറങ്ങിയെന്ന് വെച്ചാ നിർത്തി ഇറങ്ങിയോ? എന്തിനു? ഞാൻ ഒരു ബെയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ചെന്നപ്പോൾ ലാൻഡ് ടാക്സ് റെസീറ്റിൻ്റെ ഒറിജിനൽ മിസ്സിംഗ് ആയിരുന്നു. ബെയിൽ റിജക്റ്റ് ആയി. ആ ക്ലർക്ക് ഫോട്ടോസ്റ്റാറ്റ് എന്തോ എടുക്കാൻ പോയപ്പം അവിടെ മിസ്സായതാണ്. സാധനം കിട്ടി, പക്ഷെ അതുവരെ ഞാൻ കേട്ടതിന് കയ്യും കണക്കുമില്ല. അസിജോ ആണെങ്കിൽ കിട്ടിയ അവസരത്തിൽ വെച്ചലക്കി. തോമസ് സാർ എല്ലാവരുടെ മുമ്പ് വെച്ച് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഒരു മനുഷ്യനും എന്നെ വിശ്വസിച്ചില്ല. അവരോട് പോകാൻ പറയുന്നത് നമുക്ക് വേറെ നല്ല ഓഫീസിൽ പോയി ജോയിൻ ചെയ്യാം. എനിക്കിനി ആരുടെ അണ്ടറിലും വർക്ക് ചെയ്യാൻ വയ്യ. എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആവണം. അടിപൊളി. കണ്ടോടാ, തീരുമാനങ്ങൾ ഇങ്ങനെ ആയിരിക്കണം. മുഴുവൻ ഒരു ഓഫീസ് ഒഴിഞ്ഞു കിടക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അതെനിക്ക് കിട്ടുമോ? പിന്നെന്താ, ഞാൻ ശരിയാക്കി തരാം. അയ്യോ അത് പറ്റില്ല, ആ സ്പേസ് ഞാൻ നോക്കി വെച്ചിരിക്കുന്നല്ലേ. ആ അതെങ്ങനെയാ? അതിനെ കുറിച്ച് നീ ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചോണ്ടിരിക്കുന്നു. നീ എന്നാ ബാക്കി ആലോചിച്ചോണ്ടിരുന്നോ? നമുക്കത് പോയി കണ്ടാലോ? അതെന്ത് പരിപാടിയാ? നീ വേറെ സ്പേസ് നോക്കുമ്പോൾ ഞാൻ അവിടെ വക്കീലായിട്ടിരിക്കുന്നതൊക്കെ ഓൾറെഡി സ്വപ്നം കണ്ടു കഴിഞ്ഞു. ഇത്രയും നാളായിട്ട് നിനക്കൊരു തീരുമാനം എടുക്കാൻ വയ്യ. ഞാൻ എടുക്കാൻ പോവാണെന്ന് പറയുമ്പോൾ തന്നെ നിനക്കും വേണം. നിന്നോട് ആര് പറഞ്ഞു ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നില്ലെന്ന്? ഞാൻ തീരുമാനം എടുത്താ, എനിക്ക് ആ സ്പേസ് മതി. നിനക്ക് എന്തിന്റെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ആ ഓഫീസ് അങ്ങ് എടുത്താ പോരെ? പോരേന്ന്, അവിടെ രണ്ടുപേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. വാടക ഷെയർ ചെയ്ത് കൊടുത്താ പോരെ? എന്താ ഒന്നും മിണ്ടാത്ത? ഞങ്ങളൊരു ഓഫീസ് സ്പേസ് എടുത്ത് ഷെയർ ചെയ്യാന്നൊക്കെ പറഞ്ഞാ ഇതിനകത്ത് ഇപ്പൊ കൂടുതൽ ഗുണിക്കുകയും ഹരിക്കുകയും ഒന്നും വേണ്ട. തീരുമാനമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എണീറ്റേ, നമുക്ക് പോയ സ്ഥലം ഒന്ന് കണ്ടിട്ട് വരാം. ഇതല്ലേ? ആ ഇതന്നെ ഇതന്നെ. കുറച്ച് പടിക്കെട്ട് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ഒരു എക്സസൈസും ആവും. ഓ, ഇത് ധാരാളം സ്ഥലമുണ്ടല്ലോ. ഒരാളുടെ ഓഫീസ് അവിടെ, ഒരാളുടെ ഇവിടെ. സൂപ്പർ അല്ലേ? അപ്പോ ഇതങ്ങ് ഉറപ്പിക്കാൻ പോവാ? അല്ല അതിപ്പോ അതിപ്പോ ഇല്ല. അതെങ്ങനെ അഡ്വാൻസ് ഒക്കെ കൊടുക്കണ്ടേ? അഡ്വാൻസ് ഒക്കെ ഞാൻ കൊടുത്തോളാം. രക്ഷപ്പെടുമ്പോ തിരിച്ചു തന്നാ മതി. ഞാനിന്ന് വിളിച്ചു നോക്കട്ടെ.
സ്വപ്നത്തിൻ മായവാതിൽ കാണാ കണ്ണിൽ നാം തേടുന്നു തമ്മിൽ തമ്മിൽ വേറൊന്നും ചൊല്ലാതോരോ ജാലങ്ങൾ മെല്ലെ നെയ്യുന്നു ഋതുരാഗം പോൽ നീ എന്നിലും മധുമാസം ഞാനോ നിന്നിലും മൃദുഭാവങ്ങൾ കൈമാറിടും പുതുകാലം നമ്മിൽ പെയ്തുവോ ചെക്കിലെ ഉപ്പും കൈയക്ഷരവും അയാളുടെ ആണെന്ന് നമുക്ക് ഈസിലി പ്രൂവ് ചെയ്യാൻ പറ്റും. ഒരു സെക്കൻഡ്. ഹലോ, പറയൂ. ഞാനെന്ത് പറയാനാ? നിങ്ങൾ എന്തിനു പേടിക്കണം? അവർക്കെതിരെ ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ ചോദിച്ച് 498A വെച്ചൊരു കേസ് കൊടുക്കും. എന്തൊരു തള്ളടാ തള്ളുന്നത്. വാടാതെ വാടുമ്പോൾ ഉൾക്കോണിൽ വിങ്ങുമ്പോൾ തോളോരം ചായും നേർപകുതി നീ ഞാനാകും തീരങ്ങൾ നീരോളം പോലെങ്ങോ ചേലോടെ മൂടും നേരാണോ നീ അറിയാതിരുമിഴികളിലിതാ സുഖമാർന്നൊരു ചെറുതരി കൗതുകം വിറയോടിത് വഴിയടയുമ്പോ മനം തേടും സുഖനിമിഷവും ഋതുരാഗം പോൽ നീ എന്നിലും മധുമാസം ഞാനായി നിന്നിലും മൃദുഭാവങ്ങൾ കൈമാറിടും പുതുകാലം നമ്മിൽ പെയ്തുവോ അതെ നമ്മുടെ മരങ്ങാട്ട് പള്ളിക്കാരൻ അഭിമാനം ജേക്കബ് സാർ ജയിച്ചടാ. അടിപൊളി. നമ്മുടെ നല്ല നേരം വന്നളിയാ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പുൽത്തുമ്പിൽ മഞ്ഞൻ വെട്ടം വൈരങ്ങൾ ചാർത്തും പോലെ ഉൾത്തുമ്പിൽ തെളിയും കണിക നീ ആളില്ലാ നേരം തോറും പേരില്ല മൗനം പോലും നിൻ രൂപം തിരയും അരികിലായി ഒരു വേള നീ ഇനി അറിയുമോ മനതാരിലെ മധുരിത നൊമ്പരം അലിവോടൊരു വരി പകരുമോ സ്വയം ചേരാനൊരു കഥയാ ഋതുരാഗം പോൽ നീ എന്നിലും മധുമാസം ഞാനായി നിന്നിലും ഇതപ്പോ ഞെട്ടണ്ട, സെക്കൻഡ് ഹാൻഡാ. അത് മനസ്സിലായി. ഇരുന്നിട്ട് കാല് നീട്ടിയാ പോരായിരുന്നോ? കാറുള്ള വക്കീലിന് ഫീസ് കൂടുതൽ കിട്ടും. പകർ പോം. മധു, ഇന്ന് കോടതി കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങുവേ. എനിക്കൊരാളെ കാണാനുണ്ട്. കക്ഷിയാണോ? കക്ഷിയല്ല, പിന്നെ എനിക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ടേ. അതിനുമ്പ് കുട്ടിയെ നേരിട്ടുണ്ട് സംസാരിക്കണമല്ലോ. ഇന്നാണ് കാണാമെന്ന് പറഞ്ഞിരിക്കുന്നത്. എബി, അത് ഭയങ്കര കോയിൻസിഡൻസ് ആയിപ്പോയല്ലോ. എൻ്റെ വീട്ടിലൊരു അലയൻസിൻ്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. ചെക്കനും അഡ്വക്കേറ്റ് ആണ്. ആ, നിന്റെ കാര്യം പറ. അത് പോട്ടെ. പെണ്ണിൻ്റെ ഫോട്ടോ എവിടെ? ഫോട്ടോ ഇല്ല. അത് ശരി, ഫോട്ടോ പോലും കാണാതാണോ പോണേ? അപ്പം നീ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ. എന്നാലും നേരിട്ട് കണ്ടിട്ട് വൈബ് ഒക്കെ ആണെങ്കിൽ വെച്ച് താമസിപ്പിക്കണ്ട. പ്രായമൊക്കെ കൂടുതലേ. നിന്റെ ഈ പ്രപ്പോസൽ ഏതാ? ഒന്നും പറഞ്ഞില്ലല്ലോ. അമ്മയ്ക്ക് ധൃതി. എന്നോട് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ഈ പ്രപ്പോസലിൻ്റെ കാര്യം പറഞ്ഞതാ. ദേ, ഇതാണ് ചെക്കൻ. എൻ്റെ പ്രായമേ ഉള്ളൂ. കൊള്ളാല്ലേ? മജിസ്ട്രേറ്റിന് എക്സാം എഴുതിയിട്ടുണ്ട്. കിട്ടുമെന്നൊക്കെയാ പറയണേ. അപ്പം ശരി, ഓൾ ദി ബെസ്റ്റ്. എനിക്ക് ആപ്ലിക്കേഷൻ ഒന്ന് കോടതി കൊടുക്കാനുണ്ട്. ആ കുട്ടീനെ കാണുമ്പോൾ ഒരു സെൽഫി എടുത്ത് അയക്കണേ. പിന്നെ സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ തിരിച്ചു പോകണ വഴിക്ക് എന്നെ ഒന്ന് പിക്ക് ചെയ്യണേ. രാത്രി ഒരു ഓട്ടോ പോലും കിട്ടൂല. നീ നേരത്തെ പറഞ്ഞെങ്കിൽ ഞാൻ വണ്ടി എടുത്തേനെ. അപ്പം ശരിയെന്നാ.
എന്തായി ഫോട്ടോ എടുത്തോ? ഫോട്ടോ എടുത്തില്ല, എടുക്കാൻ പറ്റിയില്ല. എടുക്കാൻ പറഞ്ഞതല്ലേ? അത് സാരില്ല. ഇനിയിപ്പോൾ ഉറപ്പിച്ച് കഴിയുമ്പോൾ നേരിട്ട് മീറ്റ് ചെയ്യാം. അല്ല ഇത് പറ, പെണ്ണിന് തന്നെ ഇഷ്ടപ്പെട്ട? അത് തന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ. സത്യം പറഞ്ഞാൽ നിനക്കൊരു പെണ്ണ് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പിന്നെ ഒരു കണക്കിന് നല്ലതാ, കുറച്ച് പക്വതയൊക്കെ വരും. ഇപ്പം എനിക്കെന്താ പക്വതയ്ക്ക് കുറവ്? കുറവൊന്നുമില്ല, പക്ഷേ ഒന്നുമില്ല, അത് വിട്. മധു, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറയണം, ചുമ്മാ വളച്ചേട്ടരുത്. അത് തന്നെ എനിക്കും പറയുള്ളൂ. ഞാൻ നിന്നോട് എന്താ വളച്ചേട്ടി പറഞ്ഞിട്ടുള്ളത്? കിടന്നലറാതെ. അലറിയതല്ല, കാര്യം പറഞ്ഞതാ. എൻ്റെ ബി പി കൂട്ടണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. എന്ത് വെറുതെ പറഞ്ഞാന്ന്? എൻ്റെ പൊന്നോ, ചെക്കൻ കാണാൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ വെറുതെയാന്ന്. എന്തിന്? ഞാനും അങ്ങനെ പലതും പറയും. പിന്നെ എനിക്ക് ആരോട് ഇഷ്ടം തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞില്ലേ, അതും ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഫോട്ടോ അല്ലേ? എൻ്റെ ഫ്രണ്ടിൻ്റെ വാട്സാപ്പ് ഡി പിയാ. അല്ല, സാർ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ പുറത്തൊരു ചായക്കടയിൽ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. എത്ര ചായ കുടിച്ചെന്നറിയാമോ? ജോസേട്ടാ, അറ്റ്ലീസ്റ്റ് കാര്യം എന്താണെന്നെങ്കിലും പറ. നീയൊന്നും അടങ്ങടാ. കേസ് വല്ലതും ആണോ? കേസ് വല്ലതും ആണോ ഒന്ന്? അയാളുടെ മോളെ പിടിച്ചാൽ കെട്ടിച്ചേരാനാ. ജോസ് ഞാനാ വിളിക്കുന്നുണ്ട്. അതെ, ശരിക്കും പുള്ളിയുടെ മോളേക്ക് കെട്ടിച്ചേരാൻ പോവാണ്. അതെ. നമസ്കാരം ജേക്കബ് സാർ. ജോസേ, തനിക്കവിടെ നല്ല കോളാണെന്ന് കേട്ടല്ലോ. എൻ്റെ ആരും ഏലത്തിനെ പറഞ്ഞുണ്ടാക്കുന്നേ. നമ്മുടെ മണ്ടമ്മയുടെ ഏലത്തിൻ്റെ കാര്യമായിരിക്കും. ഏലത്തിന് വില കുറഞ്ഞു. പിന്നുള്ള രാമപുരത്തിലെ റബ്ബറിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലേ കൂട്ടുകൃഷിയാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മുടെ കാര്യം എന്നായി? ഇതാണല്ലേ ആള്, സ്മാർട്ടാണല്ലോ. നമ്മുടെ അളിയനല്ലയോ? അതെങ്ങനെയാ വരൂ. ഞാൻ ഈ കസേരയിൽ വന്നിരുന്നത് മുതലേ തൻ്റെ അളിയച്ചാരി എനിക്ക് ഇരിക്കപ്പുറത്ത് വന്നിട്ടില്ല. തൻ്റെ കാര്യം പറഞ്ഞ് വിളിയോട് വിളിയാ. സാറിനൊരാവശ്യം വന്നപ്പോൾ സാർ എന്നെ വിളിച്ചതിൻ്റെ അത്ര ഞാൻ സാറിനെ വിളിച്ചിട്ടില്ല. എടോ, അത് നമ്മൾ തമ്മിലുള്ള കാര്യമല്ലയോ? ഇത് അതുപോലാണോ? എൻ്റെ എന്ത് കാര്യമാ? ഞാൻ പറഞ്ഞിട്ടില്ല. എടോ, തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്തേക്ക് ഇരുത്താൻ. എന്നെയോ? കണ്ടോ, പുള്ളി തന്നെ ഞെട്ടി. അപ്പോൾ പുള്ളിയുടെ പേര് പറയുന്ന എൻ്റെ കാര്യമോ? അനിയ, എല്ലാ കടിച്ചു തൂങ്ങലുകളും കഴിഞ്ഞ് പ്രോസിക്യൂട്ടർ ലിസ്റ്റിൽ ഇനി ബാക്കിയുള്ളത് ഒറ്റ സീറ്റാണ്. അതിനുവേണ്ടി കടിപിടി കൂടുന്നത് അറിയാമായിരിക്കും. അഡ്വക്കേറ്റ് ഷാനി എബ്രഹാമും ഷാഹുൽ ഹമീദും. രണ്ടും ഗ്രൂപ്പിലെ കൊമ്പന്മാരുടെ ആൾക്കാരാണ്. ഇതിനിടയ്ക്ക് പേരെന്താ പറഞ്ഞ? എബിൻ മാത്യു. ഈ പേര് പറഞ്ഞ അപ്പ വെട്ടും. വെട്ട് തടുക്കണം സാറേ. ഇത് കേൾക്കാനാണോ ഞാൻ പാലയിൽ ഇത്ര ദൂരം വന്നേ? ഇയാളൊന്ന് സമാധാനപ്പെടേ. താൻ ഓടിയെത്തിയതിനേക്കാൾ സ്പീഡിലാണ് ഇവിടെ കാര്യങ്ങൾ മറിഞ്ഞത്. രണ്ട് ഗ്രൂപ്പിനെ പിണക്കാൻ വയ്യാത്തത് കൊണ്ട് പാർട്ടി മറ്റേ നയമെടുത്തു. ചെറുപ്പക്കാർക്ക് അവസരം. വേഗം ആ ഗ്യാപ്പിലെ നമ്മുടെ അളിയച്ചാരുടെ ചീട്ടങ്ങ് ഇറക്കി. വെട്ട് വീണില്ല. എന്ന് വെച്ചാ തൻ്റെ അളിയനെ സർക്കാരിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചിരിക്കുന്നു. എന്താടോ, വിശ്വാസമാകുന്നില്ല? ഭരണകാലത്തേക്ക് ഒരു കൂട്ട് പിഴുതിരി. അതല്ല, എന്നേക്കാൾ ഒരുപാട് സീനിയേഴ്സ് ഒക്കെ ഉള്ളപ്പോൾ ആൾക്കാരൊക്കെ എന്തു പറയും? എടോ, അതിനിത് സീനിയോറിറ്റി ഒന്നും നോക്കിയിട്ടല്ലല്ലോ. പിന്നെ തനിക്കിത്ര ദണ്ണമാണെങ്കിൽ താൻ ആൾക്കാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം. അതാണല്ലോ വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരിയാണ്. തന്നെ വിശ്വസിച്ച് ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കാവോ? ഏൽപ്പിക്കാം. മിസ്റ്റർ പ്രോസിക്യൂട്ടർ. എന്തോ? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു.
ഉദയനാണ് സാർ. നമസ്കാരം സാർ ബാഗ്. അത് കുഴപ്പമില്ല. ഉദയൻ എത്ര കാലം ഇവിടെ? 3 വർഷമായി സാർ. ഞാനിത് ചോദിച്ചു വാങ്ങിയ പോസ്റ്റാണ്. സ്റ്റേഷനിലാണെ ഭയങ്കര പണിയായിരിക്കും. ഇവിടെ ആണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കേസില്ലെങ്കിൽ വീട്ടിൽ പോകാമല്ലോ. ഇന്നത്തെ കേസ് ഫയൽസ് എല്ലാം എടുത്തിട്ട് ഓരോ കേസിൻ്റെയും പ്രസന്റ് സ്റ്റേജ് എന്താണെന്ന് പറഞ്ഞു തരണം. ശരി. കോടതി കഴിഞ്ഞ് വന്നിട്ട് മതി. സാറേ, പിന്നെ മന്ത്രി ജേക്കബിൻ്റെ അനിയൻ്റെ ഒരു കേസ് നമ്മുടെ കോടതി കിടപ്പുണ്ട്. അതുകൊണ്ടാണ് സാറിനെ ഇവിടെ അപ്പോയിൻ്റ് ചെയ്തതെന്ന് ഒരു കിംവദന്തിയുണ്ട്. പലരെയും മറികടന്നാണല്ലോ സാർ ഇവിടെ എത്തിയത്. അതിനൊരു ചുരുക്ക് എല്ലാവർക്കും ഉണ്ട്. ഉദയ, ഞാനിവിടെ വന്നിരിക്കുന്നത് വേറെ ആർക്കും വേണ്ടി പണിയെടുക്കാനല്ല. എൻ്റെ പണി ഞാൻ നല്ല വൃത്തിയായിട്ട് ചെയ്യും. ഉദയനും ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി. സാർ, അവനോട് പറഞ്ഞോ? എന്താ? നിന്നെ ജോസ് വിളിച്ചിരുന്നോ? ഇല്ല. ജോസിൻ്റെ പരിചയത്തിലൊരു ആലോചന വന്നിട്ടുണ്ട്. വലിയതോ കുടുംബക്കാരാ. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. നിന്നോടൊന്ന് ചോദിച്ചിട്ട് പ്രൊസീഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പപ്പ, എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണ്. മാധവിയാണോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ഞങ്ങളിത് പ്രതീക്ഷിച്ചതാണ്. മാധവ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. നല്ല കുട്ടിയാ. നല്ല കുട്ടിയൊക്കെ, പക്ഷെ നമ്മുടെ ആൾക്കാരല്ലല്ലോ, വേറെ രീതിയല്ലേ. മധുവും വക്കീലല്ലേ, ഞങ്ങൾ ഒരേ രീതിയല്ലേ, അത് നോക്കിയാ പോരെ. അതല്ല മോനെ, അവള് മാറുമോ? അങ്ങനെ മാറേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾക്ക് ആവശ്യം ഉണ്ടായിട്ടല്ലല്ലോ. കുടുംബക്കാരുടെ കാര്യം പോട്ടെ, പള്ളിക്കാരോട് എന്തു പറയും? എനിക്കാരും പിടക്കാനൊന്നും വയ്യ. പള്ളിക്കാരുടെ കാര്യമൊക്കെ നമുക്ക് നോക്കാം. ഞാൻ അച്ഛനോട് സംസാരിക്കാം. നമുക്ക് മാത്രമല്ലല്ലോ, അവർക്കും ഇല്ലേ പ്രശ്നം ഇതുപോലെ? ഉണ്ടാവും, പക്ഷെ അതും അത് ഹാൻഡിൽ ചെയ്തോളൂ. എന്തായാലും ഞാൻ മാധവയുടെ അമ്മയുടെ അടുത്തൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ആരോട് ചോദിച്ചിട്ടായി നീ കല്യാണക്കാര്യം വീട്ടിൽ പറഞ്ഞത്? ഇതിപ്പോ ആരോട് എന്താ ചോദിക്കാനുള്ളത്? എന്നോട് ചോദിക്കണ്ടേ? എന്റെ കല്യാണത്തിനെ കുറിച്ച് ആദ്യം എന്നോടല്ലേ സംസാരിക്കേണ്ടത്? ഈ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഒരിക്കലെങ്കിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? ഞാനിപ്പോ ചാടിക്കറി അങ്ങോട്ട് പറഞ്ഞൊന്നുമല്ല. അവരോട് പറഞ്ഞതല്ല എബി എന്റെ പ്രശ്നം. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ ഉടനെ വീട്ടിലേക്ക് വരേണ്ട ആവശ്യമുണ്ടോ? സെറ്റിൽ ആവാണ്ട് ഞാൻ ഒന്നിനുമില്ല. നമ്മൾ സെറ്റിൽ ആയല്ലോ മധു. നീ സെറ്റിലായി, ഞാൻ എന്റെ കരിയർ ബിൽഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇതിനിടയിൽ കല്യാണം ഒന്നും നടക്കില്ല എന്റെ ബി. കല്യാണം കഴിച്ചാൽ നിന്റെ കരിയറിനെ അഫക്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. ആ, പറയാൻ എളുപ്പമാണ്. ഏതൊരു പ്രൊഫഷൻ ആണെങ്കിലും ജോലിയും ഫാമിലി ലൈഫും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റണം. പിന്നെ ഇതാരെയും ഫോഴ്സ് ചെയ്തെടുപ്പിക്കേണ്ട തീരുമാനമൊന്നുമല്ലല്ലോ. നീ നിന്റെ പ്രയോറിറ്റീസ് അനുസരിച്ച് തീരുമാനിക്കും. എന്നിട്ട് എന്നെ ഒന്ന് അറിയിച്ചാൽ മതി. നന്ദ ചേച്ചി നാട്ടിലെത്തിയോ? ഇല്ല, ഞാൻ വീട്ടിലുണ്ട്. ആ, എന്തായി? ഒത്തീർപ്പാക്കിയോ? എല്ലാം പറഞ്ഞു തീർത്തു സാർ. എത്രയ്ക്ക്? 10,000-നാണ് സാർ. ഇനി മേല വഴി കിടന്ന് തല്ലുണ്ടാക്കരുത്. എപ്പോഴും ഇങ്ങനെ കോംപ്രമൈസ് നടന്നൊന്നും വരില്ല. പിന്നെ കോടതിയിൽ ഞാൻ ചോദിക്കുമ്പോൾ ഇയാൾ അറിയില്ല, കണ്ടില്ല, കേട്ടില്ല, അല്ല, ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ മതി. ബാക്കി ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ശരി, നിങ്ങൾ കോടതിയിലേക്ക് നോക്കും. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ കുറച്ച് ലേറ്റേ. കേസെല്ലാം എടുത്ത് വെച്ചോ? വെച്ചു സാർ. സാറിന്നൊരു ബെയിൽ ആപ്ലിക്കേഷൻ ഉണ്ട്. എന്താ ഒഫൻസ്? വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതാണ്. ഓ, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടൊക്കെ വന്നാണോ? ഇല്ല സാർ, ഇന്നലെ ആയിരുന്നു അറസ്റ്റ്. ഹലോ മധു. സാർ, നമ്മൾ ഇപ്പം തന്നെ ലേറ്റാണ്. ഞാൻ തിരിച്ചു വിളിക്കാം മധു. ആദ്യത്തെ CMP തന്നെയല്ലേ? എപ്പി
ഏതാ കേസ്? 375. ഓക്കെ. CMP 184/19 petitioner Gautam Ganesh. I am for the petitioner, Your Honor. Your Honor, the alleged offences are under section 375 and 415 of IPC. Rape under promise of marriage. പക്ഷേ ഇത് വെറും ഒരു false കേസാണ്. Petitioner is from a well-reputed family, highly qualified and has never committed any offence. പ്രഥമ ദൃഷ്ടിയാൽ ഈ കേസിൽ ചാർജ് ചെയ്തിരിക്കുന്ന സെക്ഷൻസ് ഒന്നും തന്നെ നിലനിൽക്കുന്നതല്ല. സോ ദ പെറ്റിഷണർ ഇസ് എൻടൈറ്റിൽഡ് ടു ബെയിൽ, യുവർ ഓണർ. എന്ത് പറയുന്നു പ്രോസിക്യൂട്ടർ? യുവർ ഓണർ, പെറ്റീഷൻ എൻ്റെ കൈ കിട്ടിയിട്ട് 15 മിനിറ്റേ ആയിട്ടുള്ളൂ. എനിക്കിതൊന്ന് വായിച്ചു നോക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. പോലീസ് റിപ്പോർട്ടും റെക്കോർഡ്സും വന്നിട്ടുമില്ല. സോ മേ ബി പോസ്റ്റഡ് ടു ടുമോറോ ഫോർ ഹിയറിംഗ് ദ പെറ്റീഷൻ. May not be, Your Honor. The learned prosecutor cannot simply seek time for adjournment. ഒരു കുറ്റവും ചെയ്യാത്ത പയ്യനെയാണ് കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നത്. കോടതിക്ക് ആ പയ്യന്റെ പ്രായം കണക്കിലെടുക്കാനുള്ള ദയവുണ്ടാവണം. യുവർ ഓണർ, ഞാൻ ഒരു ദിവസത്തെ സാവകാശമേ ചോദിച്ചിട്ടുള്ളൂ. ഐ ഹാവ് ടു ഗോ ത്രൂ ദ കേസ്. നാളെ സെക്കൻഡ് സാറ്റർഡേ ആണ്. ഇനി 2 ദിവസം കഴിഞ്ഞേ കോർട്ട് സിറ്റിംഗ് ഉള്ളൂ. മുല്ലപ്പൂ പറിക്കാൻ പോയ കേസൊന്നും അല്ലല്ലോ. 2 ദിവസം കൊണ്ട് കസ്റ്റഡി കിടന്നെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. യെസ്, വക്കീൽ ഒരു ദിവസത്തെ ടൈമല്ലേ ചോദിച്ചത്. ഐ തിങ്ക് ഈ സബ്മിഷൻ ഈസ് റീസണബിൾ. കേസ് ഞാൻ തിങ്കളാഴ്ചത്തേക്ക് വയ്ക്കാം. കേസ് പോസ്റ്റഡ് ടു 10th June Monday. ഐ എം സോറി. മോളുടെ തെറ്റല്ലല്ലോ. ചേച്ചി, ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഈ കേസിന് ഞാൻ തന്നെ മതി എന്ന് ഉറപ്പാണോ? മോളെ, ഗൗതമിൻ്റെ കാര്യത്തിൽ നീ കാണിക്കുന്നത്ര ആത്മാർത്ഥത വേറെ ഒരു വക്കീലും കാണിക്കില്ല, ഞങ്ങൾക്കറിയാം. ആൻറ്റി ഓക്കെ ആണോ? ഞാൻ വീട്ടിലേക്ക് ഇറങ്ങാം. മധു, എബിൻ നീ പറഞ്ഞ കേക്കല്ലേ? അതെനിക്ക് തോന്നുന്നില്ല. ഐ എം സോറി. ഞാൻ രാവിലെ കേസ് എവിടെയാ പോസ്റ്റിംഗ് എന്ന് നോക്കിയപ്പോഴാണ് നിന്റെ കോടതിയാന്ന് മനസ്സിലായത്. അപ്പം മുതൽ വിളിക്കാൻ നിന്നെ. ഞാൻ കോടതിയിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് നീ വിളിച്ചത്. ഈ കേസ് എങ്ങനെ നിനക്ക് വന്നത്? ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സാ. ഞാനും ചേച്ചി അവനൊക്കെ ഒരുമിച്ച് കളിച്ചോളാന്നാ. പുള്ളിക്കാരത്തി ഇന്നലെ രാത്രി എന്നെ വിളിച്ചത്. നല്ലൊരു കേസ് വന്നതിൻ്റെ എക്സൈറ്റ്മെന്റിലായിരുന്നു. ഇതിപ്പോൾ ആകെ പ്രശ്നമല്ലോ. എന്ത് പ്രശ്നം? നീ ഒരു പ്രോസിക്യൂട്ടറാണ്. നിനക്ക് പരിചയമുള്ള വക്കീലന്മാരൊക്കെ കേസുമായിട്ട് നിന്റെ കോടതി വന്നെന്നിരിക്കും. അനുബന്ധ നമ്മളൊക്കെ പ്രൊഫഷണൽസ് അല്ലേ? ഞങ്ങൾ വെറും കൊളീഗ്സ് മാത്രമല്ലല്ലോ. ഞായറാഴ്ച ഞങ്ങൾ വീട്ടുകാർ നമ്മൾ കാണാതിരിക്കുമല്ലേ. ഇനിയിപ്പോൾ എന്താ ചെയ്യാം? നന്ദു ചേച്ചിയോട് രാവിലെ തന്നെ ഞാൻ നമ്മുടെ കാര്യം പറഞ്ഞായിരുന്നു. അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി നിന്റെ കക്ഷിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് വേറെ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറിനെ വെക്കാലോ. എൻ്റെ മധു കരിയറിലെ ആദ്യത്തെ മേജർ കേസാണ്. ആദ്യം തന്നെ ഞാൻ പിന്മാറിയ എന്ത് നാണക്കേടാണ്. അതും കല്യാണക്കാരും പറഞ്ഞോണ്ട്. അല്ലെങ്കിലേ ഞാൻ പ്രോസിക്യൂട്ടറെ ആർക്കും പിടിച്ചിട്ടില്ല. നിങ്ങൾ എന്തിനാണ് കേസ് വിടുന്നതിനെ പറ്റി ആലോചിക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നീ നിന്റെ ക്ലയന്റിനോട് സംസാരിക്കുക. അവർക്ക് കുഴപ്പമില്ല. പിന്നെന്താ? പിന്നെ കല്യാണം അത് കുറച്ചുകൂടി അങ്ങ് നീട്ടിയാ പോരെ? കല്യാണം വൈകുന്നതിന്റെ പേരിൽ തന്നെ ഞാൻ കുറെ കേട്ടായിരുന്നു. ഇനിയിപ്പോ ഇതും കൂടെ ആവുമ്പോ എബിനായതുകൊണ്ട് മാത്രമാണ് ഞാൻ വേറൊന്നും ചിന്തിക്കാതിരുന്നു. ആ ബൈപ്പാസ് വന്നാൽ അങ്ങോട്ടേക്ക് എളുപ്പത്തിൽ പോകാമായിരുന്നു. എവിടെ പോകാൻ? എന്നാ നടക്കാൻ? ഇവിടെ ഒരു കാര്യവും നടക്കത്തില്ല. ഒരു മിനിറ്റ്. എന്തെങ്കിലും നടക്കും. ഇവിടെ ഒന്നും നടക്കില്ല. ഇവന് കേക്ക് ഇഷ്ടമാണല്ലേ? ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല. അതെവിടെ വീട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു. അവരോട് കാര്യം എന്താന്ന് വെച്ചാ പറയണ്ടേ? ഇവിടെ ടെൻഷൻ അടിച്ചിരിപ്പുണ്ട്. മുള്ളൂരാ. ഹേ, അതൊക്കെ ഞാൻ കട്ടയ്ക്ക് പറയൂലേ. എത്രയും പെട്ടെന്ന് കല്യാണം നടത്താനാണ് ഞങ്ങൾക്ക് താല്പര്യം. ഞങ്ങൾക്കൊരു കണ്ടീഷനേ ഉള്ളൂ. കെട്ട് പള്ളി വെച്ച് വേണം. അല്ലേ പിന്നെ അത് വലിയ തലവനെയാവും. അല്ല, ഈ പള്ളി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ ബന്ധുക്കൾക്ക് ഞങ്ങൾക്ക് അവരുടെ കാര്യം നോക്കിയേ പറ്റൂ. നമുക്കൊരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്തിയാൽ പോരെ? നിനക്ക് അങ്ങനെയൊക്കെ പറയാം. നല്ല പ്രായത്തിൽ സൺഡേ സ്കൂളിൽ പോകാൻ തന്നെ കുഴപ്പമാണ്.
നമുക്ക് പള്ളിയും പട്ടക്കരയും പണിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പിള്ളേരുടെ ഭാഗത്ത് നോക്കിയാൽ രജിസ്റ്റർ ഓഫീസ് അതിൻ്റെ ശരി. പക്ഷേ സാറ് പറഞ്ഞതുപോലെ ഞങ്ങൾക്കും ബന്ധുക്കളെ നോക്കണം. എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് 2 രീതിയിലും നടത്താം. അതല്ലേ നല്ലത്. മോൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിതാവിൻ്റെ പെർമിഷൻ എടുത്താൽ മാമോദീസ ഒന്നും വേണ്ടി വരില്ല. നമുക്ക് ആ വഴി നീങ്ങാം. ആദ്യം ഞാനൊരു ജോത്സ്യനെ കണ്ട് തീയതിയും മുഹൂർത്തം ഒന്ന് നോക്കട്ടെ. ആയിക്കോട്ടെ, നല്ല കാര്യമല്ലേ. നമുക്ക് പിന്നെ ഈ കവടി നിരത്തിലും രാഹുവും കുളികനൊന്നുമില്ല. തമ്പുരാനുണ്ട്, നമ്മളുണ്ട്. അല്ലടാ. ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത തീരുമാനമാണ്. ഞങ്ങളുടെ കേസിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാലോ. അത് കഴിയുന്നവരെ ഞങ്ങൾക്ക് സമയം വേണം. ഈ കേസ് നടക്കുന്നതിൻ്റെ ഇടയിൽ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ മോളെ, കേസ് വേണമെങ്കിൽ നിങ്ങൾ വേണ്ടാന്ന് വെച്ചോ. പക്ഷെ കെട്ട ഉടനെ തന്നെ ഉണ്ടാവും. അതെ, കേസിന്റെ കാര്യമൊന്നും എനിക്കറിയില്ല. കല്യാണം ഇനി നീട്ടി വെക്കാൻ പറ്റില്ല. Petition is allowed and bail is granted on following conditions. പെറ്റീഷണർ 50,000 രൂപയുടെയും 2 ഷുവർട്ടിയുടെയും ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് പ്രകാരം ജാമ്യത്തിൽ വിടുന്നതാകും. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആവശ്യപ്പെടുന്നതിന് പ്രകാരം യാതൊരു വീഴ്ചയും കൂടാതെ ഓഫീസർ മുൻപാകെ ഹാജരാകേണ്ടതാണ്. പ്രതി മറ്റൊരു ക്രിമിനൽ കേസിൽ പെടുകയോ ഈ കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാനോ പാടില്ല. സാർ, ഞാൻ ശിവകുമാർ, ഈ കേസിലെ പെൺകുട്ടിയുടെ അച്ഛനാണ്. ഓ സാർ, ഒരു നമുക്ക് ഓഫീസിലേക്ക് ഇരിക്കാം. ശരി. സാർ എന്ത് ചെയ്യുന്നു? ഞാൻ ആറ്റിങ്ങൽ ടൗൺ പ്ലാനിങ്ങിലെ AEO ആണ്. പിന്നെ പയ്യനെ ജാമ്യം കിട്ടിയത് കാര്യമാക്കണ്ട. തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കലോ ബ്രൂട്ടൽ റേപ്പോ ഒന്നുമില്ലല്ലോ. മാത്രമല്ല വേറെ ക്രിമിനൽ റെക്കോർഡ്സും ഇല്ല. സത്യം പറഞ്ഞാൽ അന്നേ ജാമ്യം കൊടുക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ ജോലി അവരുടെ കാര്യങ്ങൾ എളുപ്പമാക്കുക എന്നുള്ളതല്ലോ. ഞാൻ കേസ് ഫയൽ നന്നായിട്ട് പഠിച്ചു. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കേസ് അടച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് 375 ആയതുകൊണ്ട് ശാരീരിക ബന്ധത്തിന് പെൺകുട്ടിയുടെ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ കൂടി വിവാഹം കഴിക്കാമെന്ന് വാക്ക് കൊടുത്തിരുന്നതുകൊണ്ട് നിയമത്തിന് മുമ്പിൽ ഇതിനെ റേപ്പായിട്ടാണ് കണക്കാക്കുക. പ്രതിക്ക് അങ്ങനെ എളുപ്പത്തിലൊന്നും ഊരിപ്പോരാൻ പറ്റില്ല. സാർ, ഞാൻ പുറത്തേക്ക്. പിന്നെ സാർ, എനിക്ക് മോളോടൊന്ന് സംസാരിക്കണം. ഞാനത് ചോദിക്കാനാണ് സാറിൻ്റെ അടുത്ത് വന്നത്. അവൾക്ക് ഇവിടെ വന്ന് സാറിനെ കാണുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലായി. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. ഞാൻ വീട്ടിലേക്ക് വന്നോളാം. എനിക്കും സാറിനോട് കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ സാർ? നമുക്ക് വീട്ടിൽ വെച്ച് സംസാരിക്കാം. പിന്നെ അവൻ്റെ ആ വക്കീല് അവര് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഹേയ്, പേടിക്കാനൊന്നുമില്ല. അനുഷ, യു ഓക്കെ? പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തുകൊണ്ട് മാത്രമായില്ല, നമുക്കത് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റണം. അതിന് നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം എനിക്ക് നല്ല ക്ലാരിറ്റി വേണം. അനുഷ, കോടതി എന്നെ കാണുന്നത് അനുഷയുടെ വക്കീലായിട്ടല്ല, അനുഷയായിട്ടാണ്. കുട്ടിക്ക് കോടതി പറയാനുള്ളതെല്ലാം ഞാനാണ് പറയേണ്ടത്. ഞാൻ അകത്തോട്ടിരിക്കാം. ഗൗതം, നിനക്കെന്നെ പരിചയമുള്ള കാര്യം നീ മറന്നേക്ക്. ഞാൻ നിൻ്റെ ലോയറാണ്, അങ്ങനെ മാത്രം കണ്ടാൽ മതി. പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിനോടും ചേച്ചിയോടും ഒക്കെ പറഞ്ഞതും പറയാത്തതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നീ എന്നോട് തുറന്നു പറയണം. പറ, നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയം? ഞാൻ താമസിക്കുന്ന എൻ്റെ PGയിലെ റൂംമേറ്റ് സേറ ഗൗതമിൻ്റെ കോളേജ് ഫ്രണ്ടാണ്. സേറയാണ് എൻ്റെ റെസ്യൂമി ഗൗതമിന് അയച്ചത്. അങ്ങനെയാണ് ഗൗതം വർക്ക് ചെയ്യുന്ന ആർക്കിടെക്ചറൽ ഫേമിൽ എനിക്കൊരു ജോലി കിട്ടിയത്. നിങ്ങൾ തമ്മിലുള്ള അടുപ്പം തുടങ്ങിയത് എങ്ങനെയാണ്? ഞാൻ ഗൗതമിനായിരുന്നു അസിസ്റ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരുന്നു. ആൻഡ് യു ഫെൽ ഇൻ ലവ്? തിരിച്ച് അവനോ?
അവനും എന്നെ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ആദ്യം മുതലേ ബിഹേവ് ചെയ്തത്. ഓഫീസിൽ എല്ലാവർക്കും ഇതറിയാം. അനുഷയെ വിവാഹം കഴിക്കാമെന്ന് ഗൗതം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് വെറുതെ അങ്ങനെ ഒരു ഫ്ലിങ്ങിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ലെന്ന് അവന് നല്ലപോലെ അറിയാം. പക്ഷെ അവനിപ്പോൾ അങ്ങനെയൊന്നും അല്ല പറയുന്നേ. ഒരിക്കലുമില്ല. വി വർ ജസ്റ്റ് ക്ലോസ് ഫ്രണ്ട്സ്. ഞാൻ എല്ലാവരോടും എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെയാണ് അനുഷയോട് പെരുമാറിയിട്ടുള്ളത്. പിന്നെ എന്നോട് വാ തുറന്നു പറയാതെ ഇവളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? എന്നോട് ഒരിക്കൽ പോലും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ വിവാഹ വാഗ്ദാനം കൊടുത്തു എന്നൊക്കെ പറയുന്നത്? നിങ്ങൾ തമ്മിലുള്ള ശാരീരിക ബന്ധം വാസ് ഇറ്റ് ദ ഫസ്റ്റ് ടൈം? എങ്ങനെയാണ് അതിനുള്ള സാഹചര്യം ഉണ്ടായത്? ഹൂ ടുക്ക് ദ ഇനിഷ്യേറ്റീവ്? എന്നോട് ഇതൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം, പക്ഷേ പറഞ്ഞേ പറ്റൂ. ഒരു ദിവസം രാത്രി അയാളുടെ ഫ്ലാറ്റിലേക്ക് ഡിസ്കഷന് വേണ്ടി വിളിപ്പിച്ചു. അനുഷയെ മാത്രമാണോ? വിമലേട്ടനും ഉണ്ടായിരുന്നു. ഡിസ്കഷൻ കഴിഞ്ഞ ഉടനെ വിമലേട്ടൻ പോയി. അത് കഴിഞ്ഞ് രാത്രി ഞങ്ങൾ ആദ്യം എന്തൊക്കെയോ സംസാരിച്ചു. പിന്നീട് എപ്പോഴോ ഞങ്ങൾ എങ്ങനെ അതിലേക്ക് എത്തുന്നു ചോദിച്ചാൽ എനിക്കറിയില്ല. അത് സംഭവിച്ചു പോയതാണ്. പിറ്റേന്ന് രാവിലെ സംസാരിച്ചപ്പോൾ അവൻ എന്നെ കെട്ടാൻ പോലും ഉദ്ദേശമില്ലെന്ന് ഞാൻ അറിയുന്നത്. ഞാൻ എത്ര പറഞ്ഞിട്ടും നിനക്കെന്താ മനസ്സിലാവാത്തെ? അനു, ഇന്നലെ അങ്ങനെ സംഭവിച്ചു പോയതല്ലേ. അതിന്റെ പേര് രാവിലെ എഴുന്നേറ്റ് കെട്ടണമെന്നൊക്കെ പറഞ്ഞ് ഞാനെന്ത് പറയാനാ? അപ്പൊ നിനക്ക് എന്നെ ഇഷ്ടമല്ല? ഓ, ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷെ അതിന്റെ അനു, നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ നിനക്ക് ഊബർ ബുക്ക് ചെയ്യണം. അന്ന് രാത്രി അങ്ങനെയൊക്കെ നടന്നത് എൻ്റെ മാത്രം കുറ്റമാണ്. അവൾക്കെന്നെ കെട്ടാൻ ഉദ്ദേശമുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അതിനൊന്നും പോകില്ലായിരുന്നു. അവളുടെ ഒരു ഫ്രണ്ടുണ്ട്, സൈറ. മോള് പറഞ്ഞാണുമല്ലോ. ആ കുട്ടി പറഞ്ഞപ്പോഴാ ഞാൻ വിവരം അറിയുന്നത്. അവൾ ഹോസ്റ്റലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന്. ഞാൻ അവളെ പോയി വിളിച്ചോണ്ട് വന്നു. അവൾക്ക് അമ്മയില്ലല്ലോ, ഞാനല്ലേ ആ സ്ഥാനത്ത്. അത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. അവൾക്ക് അവനെ തന്നെ കിട്ടണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ഞാൻ അവനെ ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കാൻ ശ്രമിച്ചു. അവളുടെ അച്ഛൻ എന്നെ വിളിച്ച് അവളെ കെട്ടണമെന്നൊക്കെ പറഞ്ഞ് ഭീഷണി തുടങ്ങി. അതെല്ലാം കൂടെ കേട്ട് ടെൻഷനായി ഞാൻ അയാളോട് കുറേ ദേഷ്യപ്പെട്ടു. പിന്നെ ഞാൻ അറിയുന്നത് അവരെനിക്കെതിരെ കേസ് കൊടുത്തെന്ന്. എൻ്റെ മോളെ പറഞ്ഞ് പറ്റിച്ച് ഒരു ബ്ലേഡിൻ്റെ അറ്റം വരെ കൊണ്ടെത്തിച്ചിട്ട് അവനങ്ങനെ വെറുതെ പോകാൻ പാടില്ലല്ലോ. നാട്ടുകാരെന്തേലും പറയുമെന്ന് പേടിച്ച് ഞാൻ മാറി നിന്ന ഒരച്ഛൻ എന്ന നിലയിൽ ഞാൻ അവളുടെ മുമ്പിൽ തോറ്റുപോകും. അല്ലെങ്കിലും എൻ്റെ മോളല്ലല്ലോ, അവൻ വേണ്ടേ പേടിക്കാൻ? കാലം മാറിയില്ലേ സാറേ? He knew I was in love. പിന്നെന്തിനാണ്? സത്യമായിട്ടും അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടുമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഈ കേസിലെ ഡിഫൻസ് ലോയറില്ലേ മാധവി, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ്. നിങ്ങൾക്കിത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നെനിക്കറിയാം. പക്ഷേ കോടതിക്കുള്ളിൽ ഞങ്ങൾ തമ്മിൽ പ്രൊഫഷണലായിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. അത് ഈ കേസിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നെനിക്ക് ഉറപ്പ് തരാൻ പറ്റും. മാത്രമല്ല, ഇതെൻ്റെ കരിയറിലെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ്. എപ്പോഴെങ്കിലും എൻ്റെ മേലൊരു സംശയം തോന്നിയാൽ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വെക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. എൻ്റെ പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം. മാധവിയുടെ അമ്മ വിളിച്ചിരുന്നു. അവര് ജോത്സ്യരെ പോയി കണ്ടുന്ന്. സെപ്റ്റംബർ 8 രാവിലെ നല്ലൊരു മുഹൂർത്തമുണ്ട്. അവർക്കും അത് ഓക്കെ എന്നാ പറഞ്ഞത്.
അങ്ങനെയാണെങ്കിൽ രാവിലെ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയിട്ട് ഉച്ചയ്ക്ക് ശേഷം പള്ളിയിലെ ചടങ്ങ് നടത്തണം. എന്താ? ചാർജ് ഷീറ്റിൽ വായിച്ച് ഏൽപ്പിച്ച കുറ്റം ചെയ്തിട്ടുണ്ടോ? ഇല്ല. കേസ് ട്രയലിന് വേണ്ടി ലിസ്റ്റ് ചെയ്താലോ? ചെയ്യാം. സെപ്റ്റംബറിലെ ലിസ്റ്റ് ചേർക്കാം. ഈ കേസിന്റെ ട്രയൽ സെപ്റ്റംബർ 2 തിങ്കളാഴ്ചത്തേക്ക് വെച്ചിരിക്കും. ഹേ കൺമണി ചൊല്ലുമോ മെല്ലെ നീ നാൾ പോകെ നാം ഒന്നു ചേരുകില്ലേ വാദങ്ങളും മറുവാദങ്ങളും ചേരും നമ്മളിൽ ഉൾപ്പൊരുത്തമില്ലേ പോരിൽ നിന്നാലും പാഴ്വാക്കിൽ നൊന്താലും ന്യായങ്ങൾ തേടാം ഒന്നായി മെല്ലെ നീ എൻ കണ്ണാടി നിന്നിൽ ഞാൻ മറുപാതി നേർവഴി കാട്ടിടുകില്ലേ ഓ ഓ ഓ നീല നിറം വേണ്ട, ശനിയുടെ കളറാ. കളിയും ചിരിയും ഒരു നാൾ കാര്യമായി മറയാൻ ഇടമില്ലിവിടെ പതിവോ പലതും ഞൊടിയിൽ ഇനി മാറി മറിയേ ശരിയോ അറിയാതുഴറുന്നൊരേകയാണു ഞാൻ നിന്നോട് ചേരും നേരം തൂവിരൽ തലോടും നേരം ഉള്ളിൽ വെളിച്ചം കാണേ എന്നാലും ഇന്നെൻ നെഞ്ചിൽ പങ്കിടാതനേകം ചോദ്യം രണ്ടാം തുടക്കം മുന്നിലാ 375 കേസുകളിൽ പെൺകുട്ടിയുടെ മൊഴി തന്നെ ധാരാളമാണ്. കോടതി അതിനൊരു സ്ട്രോങ് എവിഡൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. പെൺകുട്ടിയുടെ മൊഴിയിൽ നമുക്ക് ലൂപ്പ് ഹോൾസ് കണ്ടെത്തണം. അവിടെ നമുക്കൊരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കിട്ടിയാൽ പ്രോസിക്യൂഷന്റെ കേസ് സ്ട്രോങ് അല്ലെന്ന് വാദിക്കാം. ഡിഫൻസിന്റെ അങ്ങനെയുള്ള വാദങ്ങൾ തടയാൻ നമുക്ക് തെളിവുകൾ വേണം. പ്രതി കുട്ടിക്ക് കൊടുത്ത ഗിഫ്റ്റുകൾ, അല്ലെങ്കിൽ അവർ രണ്ടുപേരും മാത്രമുള്ള കണ്ടാൽ അടുപ്പം തോന്നുന്ന സെൽഫീസ്, ഇതൊക്കെ നമുക്ക് ഗുണം ചെയ്യും. പ്രോസിക്യൂഷന്റെ വിറ്റ്നസ് ലിസ്റ്റിൽ നമുക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ആരൊക്കെ ഉണ്ടെന്ന് നോക്കണം. തെളിവുകളെല്ലാം നമുക്ക് അനുകൂലമാണ്. പിന്നെ ഇങ്ങനെയുള്ള കേസുകളിൽ പെൺകുട്ടിക്ക് തന്നെയാണ് അഡ്വാൻറ്റേജ്. അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. തെളിവുകൾ മാത്രമല്ല ഒരു കേസിനെ വിജയിപ്പിക്കുന്നത്. സംഭവിച്ചത് എന്ത് തന്നെയാണെങ്കിലും അതിന് കോടതിക്കകത്ത് ഒരു അഡ്വക്കേറ്റ് എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതിലാണ് കാര്യം. താലി പ്ലെയിൻ മതിയെന്ന് പറയണം കേട്ടോ. ഹേ കൺമണി ചൊല്ലുമോ മെല്ലെ നീ നാൾ പോകെ നാം ഒന്നു ചേരുകില്ലേ വാദങ്ങളും മറുവാദങ്ങളും ചേരും നമ്മളിൽ ഉൾപ്പൊരുത്തമില്ലേ പോരിൽ നിന്നാലും പാഴ്വാക്കിൽ നൊന്താലും ന്യായങ്ങൾ തേടാം ഒന്നായി മെല്ലെ നീ എൻ കണ്ണാടി നിന്നിൽ ഞാൻ മറുപാതി നേർവഴി കാട്ടിടുകില്ലേ. ഈ ചൊവ്വാഴ്ച ഹാള് ബുക്ക് ചെയ്യുമ്പോൾ എന്നാ കുഴപ്പം? എടാ ചൊവ്വാഴ്ച നമുക്ക് നല്ല ദിവസമല്ലേ, സെയിന്റ് ആന്റണി പുണ്യാളുടെ ദിവസം. നമുക്ക് ബുധനാഴ്ചയാലും കുഴപ്പമില്ലല്ലോ, കുറെ പുണ്യാളന്മാരല്ലേ. ഡാഡി ചെറുക്കൻ അവർ കൊണ്ടുപോയി.
സാർ. ഹാ അനുഷ കാറിലിരിപ്പുണ്ട്. നിർബന്ധിച്ചു എന്ന് പറയാൻ പറയണം. ഓക്കെ. AC 1398/19 പ്രതി ഗൗതം ഗണേഷ്. Accused is present, Your Honor. Witness is present, Your Honor. PW1 അനുഷ ശിവകുമാർ. ഇറ്റ്സ് ഗോയിങ് ടു ബി ഇൻ ക്യാമറ പ്രൊസീഡിങ്സ്. വിറ്റ്നസ്സും പ്രതിയുടെ അഭിഭാഷകയും പ്രോസിക്യൂട്ടർ ഒഴികെ മറ്റുള്ളവരെല്ലാവരും പുറത്തേക്ക് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. All the best. You too. ഈ നിൽക്കുന്ന പ്രതിയുമായി കുട്ടി പ്രണയത്തിലായിരുന്നു. അതെ. തിരിച്ചു പ്രതിക്കും പ്രണയമാണെന്നും വിവാഹം കഴിക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതീക്ഷിച്ചത്? എന്നോട് അങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത്. പ്രതിക്ക് കുട്ടിയോട് പ്രണയമാണെന്ന് തോന്നാനുണ്ടായ കാരണങ്ങളും തുടർന്ന് ശാരീരിക ബന്ധത്തിലേക്ക് നയിച്ച സാഹചര്യവും കോടതി ഒന്ന് ബോധിപ്പിക്കാം. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. എൻ്റെ റൂംമേറ്റ് സേറ പറഞ്ഞിട്ടാണ് ഗൗതമിൻ്റെ ആർക്കിടെക്ചറൽ ഫേമിലേക്ക് ഞാൻ റെസ്യൂമെ അയക്കുന്നത്. പിറ്റേന്ന് കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ ഗൗതം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. എന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടേ ഇല്ലെന്ന് അവൻ പറഞ്ഞ്. യുവർ ഓണർ, ഇത് ഇവരുടെ വാട്സപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട്സ് ആണ്. ഇത് ഇവരുടെ പേഴ്സണൽ ഫോട്ടോസാണ്. പ്രതി വിക്ടിമിനോട് എത്ര അടുപ്പത്തിലാണ് ഇടപഴകിയിരുന്നതെന്ന് ഇവ പരിശോധിച്ചാൽ മനസ്സിലാക്കാം. ഇത് എൻ്റെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം കുട്ടിയുടെ പേരൻസ് അറിയാമായിരുന്നു? യുവർ ഓണർ, അനുഷയുടെ അമ്മ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയതാണ്. അച്ഛനോട് പറഞ്ഞിരുന്നോ? അച്ഛനോട് പറയട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് ഗൗതം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചത്. ഇതെന്റെ കക്ഷിയുടെ പിറന്നാളിന് പ്രതി കൊടുത്തതാണ്. പുടവ കൊടുക്കുക എന്നത് അവളെ വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് കൊടുക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. ഇതിൽ നിന്നൊക്കെ പ്രതി എന്റെ കക്ഷിയെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് വ്യക്തമാണ്. Therefore, Section 417 of IPC, read with 415, stands valid. കുട്ടിയെന്ന് ധരിച്ചിരുന്ന വസ്ത്രം ഇതല്ലേ? അതെ. ഇതിലെ ബട്ടണുകൾ പൊട്ടിയിട്ടുണ്ടല്ലോ. അതെങ്ങനെ സംഭവിച്ചു? അതെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അതെന്താ ഓർമ്മയില്ലാത്തത്? ഞാനൊന്ന് കുറച്ച് വൈൻ കുടിച്ചിരുന്നു. ഓ, അനുഷ സ്ഥിരമായി മദ്യപിക്കുന്ന ആളാണ്? അല്ല. പിന്നെന്താ അന്ന് മദ്യപിച്ച്? അത് ഗൗതം അങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞപ്പോ. ഓഫ് കോഴ്സ്, മറ്റാരുമില്ലല്ലോ, പ്രണയിക്കുന്ന ആളോടൊപ്പം അല്ലേ. പക്ഷെ അന്ന് ഓർമ്മ നഷ്ടപ്പെടാനും മാത്രം വൈൻ കുടിച്ചിരുന്നു. അതെന്തു പറ്റി? പ്രതി നിർബന്ധിച്ചിരുന്നോ? നിർബന്ധിച്ചിരുന്നു അല്ലേ? അതിനുശേഷമാണ് ശാരീരികമായി ബന്ധപ്പെട്ടത്. യുവർ ഓണർ, ശാരീരിക ബന്ധത്തിനുള്ള ഒരു പെൺകുട്ടിയുടെ കൺസെന്റ് അവൾ സ്വബോധത്തോടെ കൊടുത്തെങ്കിൽ മാത്രമേ നിയമത്തിന് മുമ്പിൽ അത് സമ്മതമായി കണക്കാക്കാൻ കഴിയൂ. ഇവിടെ എന്റെ കക്ഷി മദ്യപിച്ചിരുന്നതിനാൽ her consent is a manipulated one. This offense can be read into Section 375 of the IPC by using the definition of the word consent from Section 90 IPC. വിവാഹം കഴിക്കില്ല എന്നറിയാമായിരുന്നെങ്കിൽ പ്രതിയുമായി ഫിസിക്കൽ റിലേഷന് തയ്യാറാകുമായിരുന്നു? ഇല്ല. No more questions, Your Honor. Are you all right?
കുട്ടിയുടെ ഡ്രസ്സിലെ ബട്ടണുകൾ പൊട്ടിയിരുന്നു എന്നല്ലേ പറഞ്ഞത്? പക്ഷെ അന്ന് രാത്രിയിലെ കാര്യങ്ങൾ കുട്ടിക്ക് ഓർമ്മയില്ലെന്നും പറഞ്ഞില്ലേ? എങ്കിൽ പിന്നെ അത് അന്ന് രാത്രി തന്നെയാണ് സംഭവിച്ചതെന്ന് കോടതിക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? യുവർ ഓണർ, സെക്ഷൽ മോളസ്റ്റേഷൻ ഇരയായ പെൺകുട്ടിയുടെ മൊഴിയിൽ ഉറപ്പ് വേണമെന്ന് പറയുന്നത് ആ കുട്ടിയെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. യുവർ ഓണർ, കേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടി വിക്ടിം തന്നെ പിന്നീട് ഈ ബട്ടണുകൾ പൊട്ടിച്ചു കളയാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. പ്രതിഭാഗം കേസിനെ വെറുതെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ്. കേസിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത് പ്രോസിക്യൂഷനാണ്. ഇക്കാലത്ത് 2 ചെറുപ്പക്കാർ ചേർന്നിരുന്ന കുറെ ഫോട്ടോസ് എടുത്തത് കൊണ്ടോ വാട്സാപ്പിൽ 4 മെസ്സേജസ് അയച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുത്തെന്ന് വെച്ച് അവർ തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? പറയൂ, എന്റെ കക്ഷി വിവാഹം കഴിക്കാന്ന് എപ്പോഴെങ്കിലും വാക്കാലെ പറഞ്ഞിട്ടുണ്ടോ? പോട്ടെ, ഒന്ന് പ്രപ്പോസ് എങ്കിലും ചെയ്തിട്ടുണ്ടോ? എല്ലാവരും പ്രപ്പോസ് ചെയ്തിട്ടും മുഖത്ത് നോക്കി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും അല്ലല്ലോ പ്രണയിക്കാൻ തുടങ്ങുന്നത്. യുവർ ഓണർ, the law clearly states that promise to marriage can be inferred from the action and conduct of the accused. ഇവിടെ പ്രതിയുടെ പെരുമാറ്റം എന്തായിരുന്നു എന്ന് വിക്ടിമിന്റെ മൊഴിയിൽ നിന്നും ഈ എവിഡൻസസിൽ നിന്നും വ്യക്തമാണ്. ആയിക്കോട്ടെ, പക്ഷെ ഒരിക്കൽ പോലും പരസ്പരം വിവാഹത്തെ പറ്റി സംസാരിക്കാതെ എന്റെ കക്ഷിക്ക് വിവാഹത്തിനോട് താല്പര്യമുണ്ടെന്ന് അസ്യൂം ചെയ്യേണ്ട കാര്യം എന്താണ്? അസംഷൻ അല്ലല്ലോ. രണ്ടുപേര് പരസ്പരം പ്രണയിക്കുമ്പോൾ അവർക്ക് വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടാവും. അതൊരു വിശ്വാസമല്ലേ? ഇവിടെ വേണ്ടത് വിശ്വാസം മാത്രമല്ല, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആണ്. അതില്ലാത്തതുകൊണ്ടാണ് ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ് എടുത്തേടി വരുന്നത്. ഈ നിമിഷം മുതൽ മരണം നിങ്ങളെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ചു ജീവിക്കുന്നതിൽ സമ്മതമാണോ? ഇതൊരു ചാനൽ ചർച്ചയല്ല, കോടതിയാണ്. ഡിസിപ്ലിനോടെ കണ്ടക്ട് ചെയ്യാമെങ്കിൽ മാത്രം നിങ്ങൾ ഈ കേസുമായി മുന്നോട്ട് പോയാൽ മതി. രാത്രി ഇവിടെ കിടന്ന് ചണ്ടൻ അടിച്ചിട്ട് പോകാന്ന് പറഞ്ഞാൽ കേക്കണ്ടി എന്നാ പിന്നെ നീ പോ. ശരി, നീ വിട്ടു, ഞാൻ വിളിച്ചേക്കാം. സൂസിയിലാ ഇവരൊക്കെ ഇറങ്ങുക. ടാറ്റ പറ, ടാറ്റ പറയടാ. ടാറ്റ, മോള് പോയിട്ടോ. ശരി, ഓക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് മാറിയിട്ട്. ഇല്ല വേണ്ട, ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുക. ശരി. പിന്നെ നാളെ രാവിലെ മധുവിന്റെ വീട്ടിലേക്ക് ഞാൻ മാത്രമേ വരത്തുള്ളൂ. ജോസേട്ടൻ വരത്തില്ല, മൂവാറ്റോടെ പോന്നോ? കുഴപ്പമില്ല. നിങ്ങൾ എന്നാടാ പോവാ പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യണേ? അടുത്ത ആഴ്ച ഷിഫ്റ്റ് ചെയ്യാനാണ് പ്ലാൻ. സാധനങ്ങളൊക്കെ കുറെ കൊണ്ടുപോയി. നമുക്ക് പോവാം. ശരി പിന്നെ. ശരി, ആയിക്കോട്ടെ. ശരി. ജോസേട്ടാ, നമുക്ക് ഇറങ്ങിയാലോ? ഇവന്റെ ബഹളം തുടങ്ങി. അല്ല, ഇവന് മുറിക്കേറ്റണ്ടേ? അതിന് മാധവി ഓൾറെഡി പോയല്ലോ. മാധവി പോയോ? അളയാ, ഓൾറെഡി എല്ലാ കാര്യങ്ങളും ലേറ്റാ. നിന്റെ പെണ്ണുമ്പളേം പോയി. രാഹുവും ഗുളികനും പറഞ്ഞു കൊടുത്ത സമയം കളയരുത് കേട്ടോ. കാര്യങ്ങളൊക്കെ നല്ല ഓക്കേടി. ഇറങ്ങട്ടെടാ. ഓക്കെ, ശരി. ഓക്കെ അളിയാ, പോടാ. കൊണ്ടുപോളിയത്. അമ്മ ഹാരം മുറി തൂക്കിയിടണമെന്ന് പറഞ്ഞ വിളിയോടെ വിളി. എന്തിനാ? ഈ കല്യാണഹാരം കളയാൻ പാടില്ലെന്നുണ്ടോ? ഇവിടെ ആരെങ്കിലും എടുത്ത് കളഞ്ഞാലോ എന്ന് പേടിച്ചിട്ട് ഓർമ്മിപ്പിച്ചായിരിക്കും 4 തവണ വിളിക്കുന്നു. ഒരു ഫോട്ടോ അയച്ചു കൊടുത്തേക്കാം. അതുള്ളല്ലോ. ഇനി ഇവിടെ എന്തൊക്കെ ആചാരങ്ങളാണാവോ? നമ്മളിതിൻ്റെ ഇടയിൽപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുതിയൊരു വീട്ടിലേക്ക് മാറാന്ന്. നമുക്ക് നമ്മുടേതായിട്ടൊരു സ്പേസ് നല്ലതല്ലേ? എന്തുപറ്റി? ക്ഷീണിച്ചോ? ഉറക്കം വരുന്നുണ്ടോ? ഞാൻ ഫുൾ എനർജിയിലല്ലേ. രാവിലെ ഒരു കല്യാണം, ഉച്ചയ്ക്കൊരു കല്യാണം, പോരാത്തതിന് വൈകിട്ടൊരു റിസപ്ഷൻ. ഞാൻ ഫുൾ ഓണാ. ഉറങ്ങാനാണെങ്കിൽ നേരെ കിടന്നു. എബി, എനിക്കിതൊന്നും അത്ര എളുപ്പമായിരുന്നില്ല. നീ ആയതുകൊണ്ട് മാത്രമാണ്. എനിക്കറിയാം. നിന്നെ ഇങ്ങനെ ഒരു പ്രഷറിൽ കൊണ്ടുവരുത്തണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ വീട്ടുകാരിടപെട്ടപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. എന്തായാലും നമ്മൾ ആഗ്രഹിച്ചിരുന്ന കാര്യമല്ലേ? ടൈമിങ് സ്വല്പം മാറിപ്പോയെന്നല്ലേ ഉള്ളൂ. ഉറങ്ങിയോ? സ്ഥലം മാറി കിടന്ന ഉറക്കം വരില്ല. അത് നന്നായി. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. നിനക്ക് ക്ഷീണമൊന്നുമില്ലേ? ക്ഷീണമൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ ക്ഷീണമായി നന്നായിട്ട് ഉറങ്ങാലോ.
എന്താണ്? നിന്റെ അച്ഛൻ പഴയ ഹിപ്പി ആയിരുന്നല്ലേ? അന്നത്തെ ഫാഷൻ അതല്ലേ. ഇതാരാ മനസ്സിലായോ? ഇല്ല. ഗൗതം. ഓ, അവൻ പണ്ടേ പെണ്ണുങ്ങളുടെ തന്നെ ആണല്ലോ. അത് ഞാനും നന്ദു ചേച്ചിയും ഫ്രണ്ട്സുമാണ്. വിമല് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവൻ അത്ര പാവൊന്നുമല്ല. ഇതൊക്കെ സത്യമാണ്, നമുക്ക് എന്താ ഉറപ്പ്? അതിപ്പോ നമ്മുടെ കക്ഷികൾ പറയുന്നത് സത്യമാണെന്ന് നമുക്ക് എന്താ ഉറപ്പ്? നമ്മൾ കേസ് വാദിക്കുന്നു, ഫീസ് മേടിക്കുന്നു, പോകുന്നു. എബി, യെസ് യുവർ ഓണർ. ഞാൻ ആ ഓഫീസ് സ്പേസ് അങ്ങ് ഒഴിഞ്ഞാലോ? എന്നിട്ടൊരു ചെറിയ സ്പേസിലേക്ക് മാറിയാലോ? ഇത്രയും വാടക കൊടുക്കണ്ടേ? അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനേ. ആ ഓഫീസ് വിടണ്ട. നീ അടുത്തൊന്നും അങ്ങോട്ടില്ലല്ലോ. പറയാൻ പറ്റില്ല, സർക്കാർ എപ്പോൾ വേണമെങ്കിലും വീഴാം. അല്ലെങ്കിലും ആ സ്പേസ് വിടണ്ട, നമ്മുടെ സ്പേസ് അല്ലേ. റൊമാൻസ് ആണോ? അതെ. എന്നാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ അടുത്ത വാദത്തിന് ആ വിമലിനെ എന്താണ് പറഞ്ഞു പഠിപ്പിച്ചു വെച്ചേക്കുന്നത്? അയ്യടാ, അന്തസ്സുണ്ടെങ്കിൽ തന്നെത്താൻ വായിച്ച് ജയിക്കാൻ നോക്കും. ഈ പ്രോസിക്യൂട്ടർ അങ്ങനെയൊന്നും സ്വാധീനിക്കാൻ പറ്റില്ല. എനിക്ക് സ്വാധീനിക്കാൻ പറ്റില്ല? പ്രലോഭനാണോ? ആണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. കാണണ്ട പോലെ കണ്ട ചിലപ്പോ സ്വാധീനിക്കപ്പെട്ടേക്കാം. എനിക്കും അതൊക്കെ പറയാനുള്ളൂ. ആണോ? എബി, ഇത് നോക്ക്. ഇന്നലെ ഇട്ട ഡ്രസ്സിന്റെ ബട്ടൺസ് പൊട്ടിയിരിക്കുന്നു. അതങ്ങനെയാണ് ഇടയ്ക്ക് ബട്ടൺസ് ഒക്കെ പൊട്ടും. അതല്ല, മറ്റേ കുട്ടിയുടെ ഡ്രസ്സ് കീറിയത് ഇങ്ങനെയായിരിക്കും. ഏത് കുട്ടിയുടെ? എബി, അനുഷയുടെ. നീ അന്ന് കോടതിയിൽ പറഞ്ഞില്ലേ ഗൗതം ബലം പ്രയോഗിച്ചിട്ടുണ്ടാവുന്നു? അങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ ഇങ്ങനെ പൊട്ടിയതായിരിക്കും. മധു, ദയവ് ചെയ്ത് കോടതിയിലെ കാര്യങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരരുത്. അക്കാര്യത്തിൽ നമ്മൾ തമ്മിലൊരു ധാരണ ഉള്ളതാണ്. സോറി, ഞാൻ പെട്ടെന്ന് ഓർത്തപ്പോൾ പറഞ്ഞതാ. നിനക്ക് രാവിലെ തന്നെ ഓർക്കാൻ വരാൻ നല്ല ഒന്നും കിട്ടിയില്ലേ? അതിനെന്തിനായി ചാടിക്കടിക്കുന്നേ? നീ സമയങ്ങളെ റെഡിയാവാൻ നോക്ക്. രാവിലെ തന്നെ വല്ലവനും ബട്ടൺസ് പൊട്ടിച്ചാണുള്ള പ്രശ്നം. അവര് കൗണ്ടർ ഫയൽ ചെയ്തിട്ടുണ്ട്, അതിലെ കാര്യമില്ല. പക്ഷെ കോടതിയിൽ നിന്ന് കമ്മീഷണറിനെ അപ്പോയിന്റ് ചെയ്താൽ അവർ സ്ഥലം വിസിറ്റ് ചെയ്യുന്നതിന് മുമ്പേ ബാറ്റ് കൊടുക്കണം. അയ്യോ, അത് എത്ര ആയിരിക്കും മാഡം? ഒരു മിനിറ്റ്, സോറി. ഹലോ ജോസേട്ടാ. ഞാൻ നമ്മുടെ എബിനെ വിളിച്ചായിരുന്നേ, അവനെ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. എബി ഈ സമയത്ത് കോടതിയിലായിരിക്കും. അതല്ലേ? എന്തു പറ്റി? നമ്മുടെ ചേർപ്പൊങ്കിലുള്ള കറിയച്ചന്റെ മോൻ സണ്ണിയെ അവനോട് മാറി വന്ന അവനും 3-4 പേരും ഒരുത്തരും കൂടി ചേർന്നൊരു കശപശ. എന്തോ പല്ല് പോയെന്നോ കൂടെ പോയെന്നോ. അല്ല, ഈ സണ്ണിയെ മനസ്സിലായോ? നമ്മുടെ കല്യാണത്തിന്റെ റിസപ്ഷൻ ഒക്കെ വന്നായിരുന്നേ. അവൻ പറയുന്ന മാധവിക്ക് എന്തോ സുജാതയുടെ മിക്സി ഒക്കെ തന്നാ. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അല്ല, മാധവൻ ഇവിടെ വരാമോ? ജോസേട്ടാ, ഞാനിനി വന്നിട്ട് കാര്യമില്ല. അതെന്താ കാര്യമില്ല? എന്നാ സാക്ഷിമൊഴി രേഖപ്പെടുത്തിയില്ലേ? 161 എടുത്ത സ്ഥിതിക്ക് ഇനി പോലീസുകാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. കേസ് കോടതി വരുമ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ പറഞ്ഞ എങ്ങനെ? അവൻ കുറ്റവും ചെയ്തില്ലല്ലോ. ജോസേട്ടാ, നമുക്കിത് കോടതിയിൽ വേണം തെളിയിക്കാൻ. നിയമം അങ്ങനെയാണ്. ഇതെന്നാ പരിപാടിയാ? എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. സോറി. നീ നേരത്തെ എത്തിയല്ലേ? ഉച്ച കഴിഞ്ഞ് ക്ലയൻസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നാളത്തെ ഡിഫമേഷൻ കേസിന് പഠിക്കാനും ഉണ്ട്. അതുകൊണ്ട് ഞാൻ വീട്ടു സാധനങ്ങൾ വാങ്ങി പോകുന്നു. എബി, കുടിച്ചിട്ട് ഇതൊന്നും അരിഞ്ഞാ? എന്തു പറ്റി ഇന്ന് നേരത്തെ കിച്ചണിൽ കയറാൻ? നാളത്തേക്ക് കുറച്ച് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഇത് കഴിഞ്ഞിരുന്നെങ്കിൽ ഒന്നിരിക്കായിരുന്നു. എങ്കിൽ നമുക്ക് കഴിക്കാൻ വല്ലതും ഓർഡർ ചെയ്യായിരുന്നല്ലോ. അത് വേണ്ട, ഇതിപ്പോൾ തീരും. മധു, ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആയിരുന്നെങ്കിൽ ജോസേട്ടൻ വിളിച്ചപ്പോൾ വെറുതെ അവിടെ വരെ ഒന്ന് പോകായിരുന്നില്ലേ? പുള്ളിയുടെ ഫ്രണ്ടിൻ്റെ പേര് സാക്ഷിമൊഴിയിലുണ്ട്. പോയിട്ട് കാര്യമില്ല എബി.
അത് നമുക്ക് മനസ്സിലാവും, അവർക്കറിയില്ലല്ലോ. അത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ചുമ്മാ പുള്ളി വിളിച്ചല്ലേ, പുള്ളിയെ ബോധിപ്പിക്കാൻ വേണ്ടി അവിടെ വരെ ഒന്ന് പോവായിരുന്നില്ലേ? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇബി? മധു, ഞാൻ എന്താ പറഞ്ഞതെന്ന് അറിയോ? പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഒരു വക്കീൽ കൂടെയുള്ളത് അവർക്കൊരു ധൈര്യമല്ലേ, അതുകൊണ്ടാണ് നിന്നെ വിളിച്ചത്. എബി, നീ എന്നല്ലേ രാവിലെ പറഞ്ഞത് വീട്ടിലേക്ക് കേസും കോടതിയും കൊണ്ടുവരണ്ടാന്ന്? അതേ എനിക്കും പറയാനുള്ളൂ. അല്ലെങ്കിൽ തന്നെ ജോസേട്ടന് പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നേ, പുള്ളിക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. ഹേയ്, ജോസേട്ടനൊക്കെ എങ്ങനെ ചിന്തിക്കുന്നു പറയാൻ പറ്റില്ല. ഫാമിലി സീൻ എന്ന് പറഞ്ഞാലേ ഭയങ്കര സെൻസിറ്റീവാണ്, ചെറിയ വല്ല കാര്യവും മതി. അതുകൊണ്ടേ ജോസേട്ടന് ഇപ്പം എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് മാറിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇന്ന് വൈകിട്ട് എല്ലാവരും ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്. ആരെ? ജോസേട്ടനെ മാത്രമായിട്ട് വിളിക്കാൻ പറ്റില്ലല്ലോ, അവിടെ എല്ലാവരും വിളിച്ചു. ഭക്ഷണം നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം. നീ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ അടുത്തൊരു വാക്ക് ചോദിച്ചോ എബി? നീ തന്നെയല്ലേ പറഞ്ഞ ഒരു ദിവസം എല്ലാവരും ഡിന്നറിന് വിളിക്കണമെന്ന്. എന്നും വെച്ച് ഞാൻ ഇന്ന് വിളിക്കണമെന്ന് പറഞ്ഞോ? ഇനി ഞാൻ നാളത്തെ കേസിന് എപ്പോൾ പഠിക്കും? അവർ കുറച്ചു നേരമല്ലേ ഉണ്ടാവുള്ളൂ. എന്താ എബി ഇത്? ഞാൻ ഇനി ഇതൊക്കെ വൃത്തിയാക്കണം, എല്ലാം അടുക്കി പറക്കി വെക്കണം. വീട് വൃത്തിയാക്കാൻ ഞാൻ സഹായിക്കാം. അച്ഛന് വേണോ? തോരൻ വേണം. കൊടുക്ക. ചപ്പാത്തി? ജോസേട്ടൻ രാവിലത്തെ കേസ് എന്തായി? അവൻ പെട്ടടാ, അവൻ പെട്ട്. നിനക്കറിയാം നമ്മുടെ സ്കറൈച്ചൻ്റെവൻ സണ്ണി ബാറിലെന്തോ എവിടെയാ, പോലീസാണ് കേസ് കൊടുത്ത്. അല്ല അപ്പോഴാണ് നിന്നെ വിളിച്ചേ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കോടതിയിലായിരുന്നു. അല്ല മാധവ് പറഞ്ഞു, അപ്പോഴേ മാധവ് വിളിച്ചേ, പുള്ളിക്കരത്തിന് ഇറങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ജോസേട്ടാ, അത് പിന്നെ ക്ലയൻസൊക്കെ അവിടെ ഓഫീസിൽ വെയിറ്റിംഗ് അല്ലേ, അതിനിടയ്ക്ക് മാധവിക്ക് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി പോരാൻ പറ്റില്ലല്ലോ. അല്ല എനിക്ക് മനസ്സിലായി, അത് വിട്ടുകളാ. പിന്നെ എങ്ങനെയെങ്കിലും ഓരോടാ, നമുക്ക് കടപ്പാടുള്ള കുടുംബം, വേണ്ടപ്പെട്ട പയ്യനാ. കേസ് കോടതി വന്നാൽ നമുക്ക് ഈസിയായിട്ട് ഊരിയെടുക്കാവുന്നുള്ളൂ. അയാൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ലെന്നോ അല്ലെങ്കിൽ സാക്ഷിമൊഴിയിൽ കോൺട്രഡിക്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഊരാം. എന്നാ പിന്നെ നിനക്കങ്ങ് വായിച്ചാൽ പോരെ? എനിക്ക് വാദിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലേ. നമുക്ക് അല്ല ഡാഡി നമ്മുടെ പള്ളിയിലെ കുര്യാക്കോസ് പുള്ളി വക്കീലല്ലേ? അതെ, പുള്ളി വിടുക്കനാ. ഞാൻ ആ കാര്യം മറന്നു എന്നുള്ളതാ. പുള്ളി മതിയെന്നേ. ചേട്ടാ, നിങ്ങളുടെ കേസ് എന്തായി? കേസ് നടക്കുന്നു. ഞാൻ അത് ചോദിക്കാതിരിക്കായിരുന്നു. ആരുടെ ഭാഗത്താടാ കുഴപ്പം? പയ്യൻ അത്ര ക്ലിയർ അല്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല. അപ്പോ നിങ്ങളിലാര് ജയിക്കും? ആരുടെ ഭാഗത്താണോ ന്യായം അവർ ജയിക്കട്ടെ. കേസ് ജയിച്ചില്ലെങ്കിൽ നാട്ടുകാർ പറയും ഭാര്യയ്ക്ക് വേണ്ടി തോറ്റു കൊടുത്താണെന്ന്. എന്നാ തോറ്റാലോ തലേ മുണ്ടൂരിട്ട് നടക്കാൻ പറ്റത്തില്ലട്ടോ. പിന്നെ അല്ല എന്നാലും ഈ പ്രോസിക്യൂട്ടർ പഠിക്ക് ഇങ്ങനൊരു ഭാരം ഞാൻ പ്രതീക്ഷയില്ല. PW4 വിമൽ ശ്രീധർ. പേരെന്താണ്? വിമൽ. ഈ കേസിലെ പ്രതിയും വിക്ടിമും ജോലി ചെയ്യുന്ന അതേ സ്ഥലത്ത് തന്നെയാണോ നിങ്ങൾ ജോലി ചെയ്യുന്നത്? അതെ. അവർ തമ്മിൽ വെറും സൗഹൃദം മാത്രമാണോ അതോ അതിൽ കവിഞ്ഞ് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് വിമലിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പരക്കെ ഒരു റൂമറുണ്ട്. റൂമറല്ലേ, അതിപ്പോൾ ആർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? പക്ഷെ റൂമർ ആണെങ്കിലും അതങ്ങനെ വെറുതെ ഉണ്ടാവില്ലല്ലോ, എന്തെങ്കിലും കാരണം ഉണ്ടാവും അല്ലേ? അവർ ഓഫീസിൽ എപ്പോഴും ഒരുമിച്ചാണ്, ബ്രേക്ക് സമയത്തും ഈവൻ അവധി ദിവസങ്ങളിൽ പോലും അവർ ഒരുമിച്ച് കണ്ടവരുണ്ട്. പിന്നെ ഞങ്ങളുടെ ഓഫീസിൽ ക്യാബ് സർവീസ് ഉണ്ട്, പക്ഷെ അനുഷയെ പല ദിവസവും രാത്രി ഡ്രോപ്പ് ചെയ്യുന്നത് ഗൗതമാണ്. യുവർ ഓണർ, ഈ വക ഗോസിപ്പുകളൊന്നും കോടതിയിൽ തെളിവായി സ്വീകരിക്കാൻ പറ്റില്ല. ഇത്തരം കേസുകളിൽ പ്രതിയുടെ ഇന്റൻഷൻ അറിയുക എന്നത് വളരെ അത്യാവശ്യമാണ്. പ്രതിയുടെ വിക്ടിമിനോടുള്ള പെരുമാറ്റം കണ്ട് അവരുടെ ഓഫീസിലെ സഹപ്രവർത്തകരെല്ലാം വിശ്വസിച്ചിരുന്നത് അവർ തമ്മിൽ പ്രണയത്തിലാണ് എന്നായിരുന്നു. ഒരാൾക്ക് തെറ്റുപറ്റാം, ഇത്രയധികം ആളുകൾക്ക് തെറ്റുമോ? യുവർ ഓണർ, ഓഫീസിൽ അവർ ഒരുപാട് നേരം ഒരുമിച്ച് ചെലവഴിച്ചു കാണും. പ്രതി താമസിക്കുന്ന അതേ റൂട്ടിലാണ് അനുഷയുടെ PG. പോകുന്ന വഴിക്ക് ആ കുട്ടിയെ ഡ്രോപ്പ് ചെയ്തെന്ന് വരാം. ഇതിന്റെ ഒക്കെ അർത്ഥം അവർ പ്രണയത്തിലാണെന്നല്ല, നല്ലൊരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പിന് ആ കുട്ടി തെറ്റിദ്ധരിച്ചതാണ്. ഇങ്ങനെയൊരു റിലേഷൻഷിപ്പിനിടയിൽ പ്രണയമുണ്ടാവില്ല എന്നാണോ ഡിഫൻസ് ലോയർ പറയുന്നത്? അതെ, നിങ്ങൾക്ക് പരസ്പരം എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് കോടതിക്ക് പുറത്തു വെച്ചാവാം.
ഡിഫൻസിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ക്രോസ് എക്സാമിനേഷൻ ടൈമിൽ പറഞ്ഞാൽ മതി. സോറി യുവർ ഓണർ. അന്ന് രാത്രി ഗൗതമിന്റെ ഫ്ലാറ്റിലേക്ക് അനുഷയോടൊപ്പം വിമലും പോയിരുന്നു. അവിടെ പോകാനുണ്ടായ സാഹചര്യവും തുടർന്ന് അവിടെ നടന്ന സംഭവങ്ങളും കൃത്യമായിട്ടൊന്ന് പറയാമോ? വരാനിരിക്കുന്നൊരു പ്രൊജക്റ്റിൻ്റെ ഡിസ്കഷന് വേണ്ടിയിട്ടായിരുന്നു ഗൗതമിൻ്റെ ഫ്ലാറ്റിലേക്ക് ഞാൻ പോയത്. ഫ്ലാറ്റിൽ അന്ന് ആരും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ തന്നെയാണ് അനുഷയെ ഹോസ്റ്റലിൽ നിന്ന് പിക്ക് ചെയ്തത്. പിന്നെ ഡിസ്കഷൻ്റെ ഇടയ്ക്ക് അവർ ചെറുതായിട്ട് മദ്യപിച്ചിരുന്നു. അത് ആരുടെ ഐഡിയ ആയിരുന്നു? അത് ഗൗതത്തിൻ്റെ ഐഡിയ ആയിരുന്നു. വിമൽ മദ്യപിച്ചില്ലേ? ഇല്ല, എനിക്ക് തിരിച്ച് ഡ്രൈവ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ മദ്യപിച്ചില്ല. അപ്പോൾ പ്രതിയുടെ ഉദ്ദേശം അനുഷ മാത്രമായിരുന്നു. ഓക്കെ, കണ്ടിന്യൂ. പിറ്റേ ദിവസം രാവിലെ എനിക്കൊരു സൈറ്റ് വിസിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വൈകി തുടങ്ങിയോണ്ട് ഗൗതം തന്നെയാണ് എന്നോട് പൊക്കോളാൻ പറഞ്ഞത്. ഡിസ്കഷനിടയ്ക്ക് എപ്പോഴെങ്കിലും ഗൗതം അനുഷയെ മദ്യപിക്കാൻ നിർബന്ധിച്ചിരുന്നോ? ഇല്ല. നിർബന്ധിച്ചിരുന്നു എന്നാണല്ലോ വിക്ടിമിൻ്റെ മൊഴി. അനുഷ 2 ഗ്ലാസ് വൈൻ കുടിച്ചപ്പോൾ തന്നെ മതി എന്ന് പറഞ്ഞു. പിന്നെ സംസാരം നീണ്ടുപോയപ്പോൾ ഗൗതം തന്നെയാണ് ഓഫർ ചെയ്തത്. അപ്പോൾ അനുഷ ആദ്യം വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഗൗതം നിർബന്ധിച്ചപ്പോൾ അല്ലേ യുറോണ്? പ്രതി വിക്ടിമുമായി പ്രണയം സ്ഥാപിച്ച ശേഷം തന്റെ വീട്ടിൽ മറ്റാരുമില്ലാത്ത തക്കം നോക്കി അവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ഇരയെ മദ്യപിക്കാൻ പ്രേരിപ്പിക്കുകയും വിമലിനെ പറഞ്ഞയച്ച ശേഷം തനിക്ക് കിട്ടിയ അവസരം മുതലെടുക്കുകയുമാണ് ചെയ്തത്. പ്രതിയുമായി പ്രണയത്തിലായിരുന്ന എന്റെ കക്ഷി ഈ ചതി തിരിച്ചറിഞ്ഞുമില്ല. ദാറ്റ്സ് ഓൾ യുറോണ്. വിമൽ, അനുഷ അന്ന് രാത്രി മദ്യപിച്ചെന്ന് പറഞ്ഞല്ലോ, അത് ഗൗതം കൊടുത്തതാണോ? അല്ല. പിന്നെ? അനുഷ വൈൻ മാത്രമേ കുടിക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് തന്നെ വാങ്ങിച്ചിരുന്നു. ഓ ഓക്കെ. ഫ്ലാറ്റിലെത്തിയതിന് ശേഷം അനുഷ വാങ്ങിയ വൈൻ അനുഷ കുടിച്ചത് ഗൗതം നിർബന്ധിച്ചിട്ടാണോ? അല്ല. അല്ല. ശരി. വിമലല്ലേ അനുഷയെ ഹോസ്റ്റലിൽ നിന്ന് പിക്ക് ചെയ്തത്? അതെ. എന്നാൽ സ്വാഭാവികമായും അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അനുഷയോട് കൂടെ വരുന്നോ എന്നൊരു വാക്ക് ചോദിക്കാനുള്ള ബാധ്യതയില്ലേ? ഞാൻ ചോദിച്ചിരുന്നു, പക്ഷേ ഗൗതം ഡ്രോപ്പ് ചെയ്തോളാന്ന് പറയായിരുന്നു. എന്നാലും വിമല കാണിച്ചത് ശരിയാണോ? ഒരു പുരുഷനോടൊപ്പം, അതും തന്റെ സീനിയർ പോസ്റ്റിലുള്ള ഒരു വ്യക്തി, ആ കുട്ടിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ പോലും ഗൗതമിനോട് അതെങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ പേടിക്കേണ്ടതായിട്ടോ പറയാതിരിക്കേണ്ടതോ ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. പിന്നെ അനുഷയ്ക്ക് അവിടെ നിൽക്കുന്നതിൽ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്ന് വെച്ചാൽ വേണമെങ്കിൽ അനുഷയ്ക്ക് വിമലിനോടൊപ്പം ഇറങ്ങാമായിരുന്നു എന്നാണോ? തീർച്ചയായും. യൊറോണ്, എന്റെ കക്ഷിക്കെതിരെ പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന ചതി എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അന്ന് രാത്രി മദ്യപിക്കാം എന്ന പ്ലാൻ എന്റെ കക്ഷി പറഞ്ഞപ്പോൾ തനിക്കുള്ള വൈനും വാങ്ങിയാണ് അനുഷ അവിടെ എത്തിയത്. പിന്നീട് വിമലിനോടൊപ്പം തിരികെ പോകാനുള്ള അവസരം ഉണ്ടായിട്ടും ഷീ ചോസ് ടു സ്റ്റേ ബാക്ക്. ഇവിടെയൊക്കെ വിക്ടിമിന്റെ കൺസെന്റ് ഉണ്ട്. അതിനുശേഷം അവര് തമ്മിലുണ്ടായ ശാരീരിക ബന്ധവും കൺസെൻഷ്വൽ ആയിരുന്നു. അപ്പോൾ 2 പേർക്കും ഒരേ താല്പര്യങ്ങളും തീരുമാനങ്ങളും ഉള്ളപ്പോൾ എന്റെ കക്ഷി മാത്രം കുറ്റക്കാരനാവുന്നത് എങ്ങനെയാണ്? അവനുണ്ടോ? അവനോ? എബിനുണ്ടോന്ന്? ആ സാറുണ്ട്. ഹലോ, നിങ്ങൾ തമ്മിൽ എന്താടാ പ്രശ്നം? ഹേയ്, കോടതിയിൽ ബഹളമൊക്കെ അവിടെ തീരും. കേസൊന്നും ഞങ്ങളെ ബാധിക്കാറില്ല. കേസ് വിട്, വേറെ എന്തെങ്കിലും. ഞാനിപ്പോ അവളെ കണ്ടിട്ടാ വരുന്നത്. വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല? അതൊരു പ്രശ്നമൊന്നുമല്ല. 2 ദിവസം മുമ്പ് ജോസേട്ടൻ വീട്ടിൽ വന്നപ്പോൾ അയാളൊരു വൃത്തികെട്ട വർത്തമാനാണ് പറഞ്ഞത്. ഞാൻ ഇവനെ ഓർത്ത് മാത്രമാണ് തിരിച്ചൊന്നും പറയാത്തത്. എന്നാൽ ഇവൻ എന്തെങ്കിലും പറഞ്ഞൂടെ? ഒരൊറ്റ അക്ഷരം മിണ്ടില്ല. അവൾ അങ്ങനെ പറഞ്ഞോ? ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞു വിട്ടാ പോരെ? നീ അങ്ങനെ വിട്ടതാണ് അവളുടെ മനസ്സിൽ കിടക്കുന്നത്. ഇതിപ്പോ ഞാൻ കിണ്ടി കിണ്ടി ചോദിച്ചോണ്ട് അറിഞ്ഞു. അവള് കുറച്ച് സ്ട്രെസ്ഡ് ആണ്. ആയില്ലെങ്കിലേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് 2 പേരും കൂടി ഹണിമൂൺ പോകേണ്ട സമയത്ത് നേരെ പോയത് കോടതിയിലേക്ക്. അതും ഒരു കേസിന്റെ 2 അറ്റത്ത്. ആരായാലും തെറ്റും. ഞാനൊരു വഴി പറയാം. മധുവിന് ഇപ്പോൾ ആവശ്യം ഒരു ചേഞ്ചാണ്. ഉമ്മയാണെങ്കിൽ കുറച്ച് നാളായിട്ട് നിങ്ങൾക്കൊരു വിരുന്ന് തരണമെന്ന് പറയുന്നുണ്ട്. ഈ പേരും പറഞ്ഞ് നമുക്ക് നമ്മുടെ വീട്ടിൽ കൂടാം. എന്നിട്ട് ഇടയ്ക്ക് തഞ്ചത്തിന് ഈ ജോസിന്റെ പ്രശ്നം ഞാൻ കോംപ്രമൈസ് ആക്കി തരാം. ആ ടോപ്പിക് എടുത്തിടണോ? വെറുതെ വഷളാവത്തേ ഉള്ളൂ. ദാമ്പത്യത്തിൽ നിന്നേക്കാൾ എക്സ്പീരിയൻസ് എനിക്കാണ്. ഇതൊക്കെ മുളയിലേ നുള്ളണം. നീ ധൈര്യമായിട്ട് വാ, ഞാൻ സെറ്റാക്കി തരാമെന്ന്. ഓക്കെ.
കുറച്ച് ബീഫ് ടേസ്റ്റ് ചെയ്യുന്നോ? വറുത്തരച്ച് വെച്ചാ? ആ കുട്ടി കഴിക്കില്ലെന്ന് അറിഞ്ഞൂടെ? വെറുതെ എന്തിനാ ഇറിറ്റേറ്റ് ചെയ്യുന്നേ? അല്ലെങ്കിലും അതെ, വെജിറ്റേറിയൻസിനെ കാണുമ്പോൾ എല്ലാവർക്കും ഉള്ള ചൊറിച്ചില്ല. എന്നാ പറഞ്ഞ ഒഴിക്കട്ടെ. വേണ്ട, വണ്ടി ഓടിക്കണോ? വണ്ടിയിൽ നമ്മുടെ സ്റ്റിക്കർ അല്ലേ, പിന്നെ ആര് കൈ കാണിക്കാനാ? ഫോറിൻ കുപ്പിയല്ലേ, വെറുതെ നിർബന്ധിക്കണ്ട. നമുക്ക് അടിച്ചു തീർക്കാവുന്നല്ലേ ഉള്ളൂ. നമുക്ക് അടിച്ചു തീർക്കാനേ ഉള്ളൂ. എവിടെന്നാ കുപ്പി? ഇവളുടെ ചേട്ടൻ തന്നാ. അവനെ കൊണ്ട് 2 വർഷം കൂടുമ്പോൾ ഉണ്ടാവുന്ന ഏക ഉപകാരമാണ്. Cheers. പിന്നെ എൻ്റെ അറിവില് ഒരളിയനെ കൊണ്ട് ഇത്രയും ഗുണമുണ്ടായത് നിനക്ക് മാത്രമാണ്. ആ പറഞ്ഞ പോലെ ജോസ് എന്ത് പറയുന്നത്? കള്ളു വെച്ചോടൊക്കെ എന്നിട്ട് പോന്നാ? പുള്ളിയുടെ അടുത്ത് ഇവിടെ ഒരു ബാർ തുടങ്ങാൻ പറയണം. നമുക്ക് ട്രൈഡേക്ക് സാധനം കിട്ടുമല്ലോ. കളിയാക്കാൻ പറഞ്ഞതല്ല, പുള്ളി ചിലപ്പോൾ അതൊക്കെ ചെയ്യുന്ന വരും. അങ്ങനത്തെ മൈൻഡാണ് അല്ലേ മധു? അല്ല, ജോസ് ഒരു ഉപകാരിയല്ലേ എന്ന്. അതൊക്കെയാണ്, പക്ഷെ സംസാരിക്കാൻ അറിയില്ല. എന്താ മധു? പുള്ളിക്ക് പക്ഷെ സംസാരിക്കാൻ അറിയില്ല എന്ന്. വേറെ കുഴപ്പമൊന്നുമില്ല. അത് അയാളുടെ ഒരു സംസാര രീതി അങ്ങനെ. ഒന്നും ഉള്ളി വച്ചിട്ടൊന്നും അല്ല. നമുക്കിനിയിപ്പം ആരെയും തിരുത്താനൊന്നും പറ്റില്ലല്ലോ. ഇപ്പൊ ഒരാളിന്റെ സ്വഭാവം അങ്ങനെയാണെങ്കിൽ നമ്മളനുസരിച്ച് അങ്ങ് നിന്നാ പോരെ അല്ലേ? എനിക്കിത് ബുദ്ധിമുട്ടാ മുള്ളൂരെ. എബിനെ കൊണ്ട് പറ്റും. ഇവൻ പൊതുവെ അയാളുടെ സൈഡാ. ഞാൻ ആരുടെയും സൈഡല്ല. ആ ഡിപ്ലോമസി. ഞാൻ പറഞ്ഞില്ലേ, ഇവൻ പുള്ളി എതിർത്തൊന്നും പറയില്ല. എന്റെ മുള്ളൂരെ ജോസേട്ടൻ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ കേസിൽ ഞാൻ തന്നെ ജയിക്കണമെന്ന്. അതിന് പുള്ളിയെ കുറ്റം പറയാനും പറ്റില്ല. പൊതുവെ 375 കേസുകളിൽ പ്രോസിക്യൂഷനല്ലേ ജയിക്കാറുള്ളത്. അല്ലെങ്കിൽ അത്ര സ്ട്രോങ് ഡിഫൻസ് വരണം. ഓ, അപ്പൊ അതാണ് സാറ് തിരിച്ചൊന്നും പറയാത്തത്. ഡിഫൻസ് വീക്ക് ആണെന്നുള്ള ഒരു ധാരണ സാറിനുണ്ട്. മധു, ഇവൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇവൻ പറഞ്ഞതിന്റെ അർത്ഥം അത് തന്നെയാണ് മുള്ളൂരെ. ഞാനിത് ഇന്നും ഇന്നലെ കേട്ടു തുടങ്ങിയതല്ല. ഒരു മെയിൽ ഡോമിനേറ്റിംഗ് പ്രൊഫഷനിൽ ഈ വക പുച്ചൊക്കെ സ്ത്രീകൾക്ക് ശീലമാണ്. പക്ഷെ സ്വന്തം പാർട്ട്ണറുടെ വായന കേൾക്കുമ്പോഴാണ്. എന്റെ മധു, നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? നിനക്ക് ആവശ്യമില്ലാത്ത കുറെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. എനിക്ക് ഇൻസെക്യൂരിറ്റീസോ? നിനക്ക് അതേ ഉള്ളൂ. നിന്നാരും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ള വിചാരം നിനക്കുണ്ട്. അതിന്റെ ചൊറിച്ചിലാണ്. ഈ പറഞ്ഞ ഇൻസെക്യൂരിറ്റീസ് ഉള്ളത് എനിക്കല്ല, നിനക്കാണിത്. അയാളുടെ ഔദാര്യത്തിലാണോ നീ പ്രോസിക്യൂട്ടർ കസേരയിൽ കയറിയിരിക്കുന്നത്? അതുകൊണ്ടാണ് അയാൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നിന്റെ നാവിറങ്ങി പോണത്. ഇനി ഈ കേസ് നീ ജയിക്കുന്ന എനിക്കൊന്ന് കാണുന്നു. എന്റെ ഈ ഉള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഈ കേസ് ജയിക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ നീ ജയിച്ചാൽ നമ്മുടെ ഓഫീസിൽ പഴയ എന്റെ മുറി ഒഴിഞ്ഞെടുപ്പില്ലേ, ഞാൻ ഈ പ്രോസിക്യൂട്ടർ പണി രാജിവെച്ച് അവിടെ വന്നിരിക്കും. PW3 ഉഷാകുമാരി. ഉഷാകുമാരി, അതെ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ കുഞ്ഞ് താമസിക്കുന്ന ഫ്ലാറ്റിലെ ജോലിക്കാരിയാണ്. ആ കുഞ്ഞോ? ആ കുഞ്ഞിന്റെ ഫ്ലാറ്റിൽ നിന്ന് അനുഷ ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾ കണ്ടിരുന്നോ? കണ്ട്. ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ ആറാത്ത നില കുറച്ചുകൂടെ ഉറക്കെ പറയൂ. ഞാൻ ആറാത്ത നില തുടച്ചിട്ട് താഴോട്ട് പോകാൻ ലിഫ്റ്റ് കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാ കുഞ്ഞിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ആ പെങ്കൊച്ച് ഇറങ്ങി വരണ കണ്ട് വാതിക്കലെ വെച്ച് ആ കൊച്ചു കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞിറങ്ങി. ലിഫ്റ്റിൽ താഴെ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ലിഫ്റ്റിലുള്ള സമയം മുഴുവൻ ആ കുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ഓ അല്ല, നല്ല സന്തോഷത്തിലായിരുന്നു. നിങ്ങൾ പോലീസുകാർക്ക് കൊടുത്ത മൊഴിയിൽ ഇങ്ങനെയൊന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ലിഫ്റ്റിനുള്ളിൽ വെച്ച് ആ കുട്ടി കരയുന്ന കണ്ടു എന്നൊക്കെയാണല്ലോ. അത് പോലീസുകാർ എന്നോട് അങ്ങനെ പറയാൻ പറഞ്ഞതാണ്. വാതിലിനരികിൽ വെച്ച് ആ കുട്ടി പ്രതിയെ കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞത് അതൊന്നും മൊഴിയിൽ കണ്ടില്ലല്ലോ. പോലീസുകാർ അതൊന്നും പറഞ്ഞു തന്നില്ലേ? ഞാൻ അത് പോലീസുകാരുടെ അടുത്ത് പറയാൻ മറന്നുപോയായിരിക്കും. ശരി, ദാറ്റ്സ് ഓൾ യുവർ ഓൺ. ഉഷ അന്ന് രാവിലെ കണ്ടപ്പോ ആ കുട്ടി ധരിച്ചിരുന്ന വസ്ത്രം ഇതല്ലേ? ആ, ഇത് തന്നെയായിരുന്നു. ഈ ഡ്രസ്സ് ആ കൊച്ചിന് നല്ല ഭംഗിയായിരുന്നു. ഉഷ ലിഫ്റ്റിൽ നിന്ന സമയത്ത് ആ കുട്ടിയുടെ ഡ്രസ്സ് കീറിയിരുന്നതായിട്ടോ ബട്ടണുകൾ പൊട്ടിയിരുന്നതായിട്ടോ കണ്ടോ? ഇല്ല, കണ്ടില്ല. കണ്ടില്ല എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചില്ല എന്നാണോ, അങ്ങനെ അല്ലായിരുന്നു എന്നാണോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ ഡ്രസ്സിന് ഒരു കുഴപ്പമില്ലായിരുന്നു. യുവർ ഓണർ, ഗൗതമിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ അനുഷയുടെ വസ്ത്രം കീറിയിരിക്കുകയോ ബട്ടണുകൾ പൊട്ടിയിരിക്കുകയോ അല്ലായിരുന്നു എന്നാണ് ദൃക്സാക്ഷി മൊഴി സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു?
കേസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഇര തന്നെ പിന്നീട് തന്റെ വസ്ത്രം മനഃപൂർവ്വം നശിപ്പിക്കുകയായിരുന്നു. യുവർ ഓണർ, വിക്ടിമിന്റെ മൊഴിക്ക് അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കണം. അതിന് അത്രമേൽ യുക്തിയും വിശ്വസനീയതയും ഉള്ളപ്പോൾ മാത്രം. ബട്ട് ഹിയർ ദി എവിഡൻസ് ഓഫ് ദ പ്രോസിക്യൂഷൻ ഇസ് നോട്ട് റിലയബിൾ ആൻഡ് ഇസ് ഫുൾ ഓഫ് കോൺട്രഡിക്ഷൻസ്. FIR തന്നെ കോൺട്രഡിക്ട് ചെയ്ത സ്ഥിതിക്ക് കോടതി ഇതിനെ ഗൗരവമായി കണ്ട് എന്റെ കക്ഷി അക്വിറ്റ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. യുവർ ഓണർ, ഐ വാണ്ട് ടു റീഎക്സാമിൻ ദ വിറ്റ്നസ്. നോ യുവർ ഓണർ, പ്രോസിക്യൂട്ടർക്ക് അവസരം കിട്ടിയതാണ്. ക്രോസ് എക്സാമിനേഷനിൽ വിറ്റ്നസ് പറഞ്ഞൊരു കാര്യത്തിൽ കൂടുതൽ ക്ലാരിറ്റി ആവശ്യമുണ്ട്. മേ കൈൻഡ്ലി അലോ മീ യുവർ ഓണർ. യു മേ പ്രൊസീഡ്. ഉഷ വസ്ത്രം നന്നായി ഓർത്തിരിക്കുന്നുണ്ടല്ലോ. അന്ന് ഈ ഷോള് ശ്രദ്ധിച്ചിരുന്നോ? ഈ ഡ്രസ്സ് എന്നാ കുഞ്ഞു ഞാൻ ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഈ ഷോള് ശ്രദ്ധിച്ചിരുന്നോ ഇല്ലയോ? ശ്രദ്ധിച്ച്. അഥവാ വസ്ത്രം കീറിയിരുന്നാൽ പോലും സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടി ഷോൾ വെച്ചത് മറക്കില്ലേ? അങ്ങനെയാണെങ്കിൽ കീറിയിരുന്ന വസ്ത്രം ഉഷ കണ്ടിരിക്കാൻ സാധ്യതയില്ലല്ലോ, അല്ലേ? ഉഷ ആദ്യമായിട്ടാണോ കോടതിയിൽ? അതെ. കോടതിയിൽ ഉഷ പറയുന്ന ഓരോ മറുപടിക്കും, എന്തിനും ഓരോ മൂളലിന് പോലും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതറിയാമോ? അതൊക്കെ അറിഞ്ഞിരിക്കണം. കോടതിയിലെ എല്ലാത്തിനും അതിൻ്റെതായ രീതികളുണ്ട്. കോടതിയിൽ എങ്ങനെ പെരുമാറണം, ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം എന്ത് മറുപടി പറയണം, ഇതൊക്കെ ആ മേഡം നേരത്തെ വന്നു കണ്ട് പറഞ്ഞു തന്നിരുന്നില്ലേ? പറഞ്ഞു തന്നായിരുന്നു. ഡിഫൻസ് സാക്ഷിയെ നേരത്തെ തന്നെ പോയി കണ്ട് നന്നായി ട്യൂട്ടർ ചെയ്തിട്ടുണ്ട് യുവറാണോ. നിങ്ങളെ ഡിഫൻസ് പറഞ്ഞു പഠിപ്പിച്ചതാണോ ഇത്രയും നേരം ഇവിടെ എന്ന് പറഞ്ഞത്? വക്കീലെ, സാക്ഷിയെ കൂട്ടിക്കയറ്റി നിർത്തി എന്തും പറയിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ പറയുന്നതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങാതിരിക്കല്ല കോടതി. സത്യം പറഞ്ഞ ഇവരെ കൊണ്ട് ഇത്രയെങ്കിലും പറയിപ്പിച്ചതിന് ഡിഫൻസ് പ്രശംസ അറിയിക്കുന്നുണ്ട്. ദിസ് വിറ്റ്നസ് മേ ബി ഡിക്ലൈർഡ് ഹോസ്റ്റൈൽ യുവർ ഓണർ. എന്റെ കക്ഷി മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കിയ കേസാണിതെന്ന് വരുത്തി തീർക്കാനുള്ള ഡിഫൻസിന്റെ ഡെസ്പറേറ്റ് അറ്റംപ്റ്റ് ആയിട്ട് കോടതി ഇതിനെ കാണണം. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. അടുത്ത ഹിയറിംഗ് ഒക്ടോബർ 11 വെച്ചാലോ? യെസ് യുവർ ഓണർ. നോ യുവർ ഓണർ. എന്തേ സാക്ഷിയെ ട്യൂട്ടർ ചെയ്തുകൊണ്ട് വരാൻ ഇത്രയും സമയം പോരെ? വീട്ടിലൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ട്. അത് താനാ വീട്ടിലല്ലേ? ഞാനത് ഓർത്തില്ല. ഈ കേസിന്റെ അടുത്ത ഹിയറിംഗ് ഒക്ടോബർ 15 വെച്ചിരിക്കുന്നു. സാർ, എനിക്ക് എത്രയും പെട്ടെന്ന് ആ സേറയെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരിക്കും. എവിഡൻസിന് മുമ്പേ കോടതി പറയിക്കാനുള്ള പോയിന്റ്സ് ഒന്ന് ട്യൂട്ടർ ചെയ്യണം. എന്നാ ഇപ്പം തന്നെ വിളിച്ചു നോക്കാം. ഗൗതമിന് എത്ര വർഷം വരെ ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്? 10 വർഷം വരെ കിട്ടിയേക്കാം, അല്ലെങ്കിൽ ജീവപര്യന്തം. ഇറ്റ് ഡിപ്പെൻസ്. ഈ കേസ് പിൻവലിക്കാൻ പറ്റുമോ? ഇങ്ങനത്തെ കേസുകൾ പിൻവലിക്കാൻ പറ്റില്ല. എന്തുപറ്റി ഇങ്ങനെ തോന്നാൻ? എനിക്ക് താങ്ങാൻ വയ്യ. കേസ് കോടതി. പക്ഷേ തൻ്റെ ഐഡന്റിറ്റി പുറത്താരും അറിയുന്നില്ലല്ലോ. പിന്നെന്താ? തൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. ഞാൻ നേരിട്ട് കാണുമല്ലേ. പക്ഷെ താൻ ചെയ്യുന്നത് ചെറിയൊരു കാര്യമല്ല. പല സ്ത്രീകളും ഇത് ചെയ്യാൻ മടിക്കും. സൈറ എപ്പോൾ വിളിച്ചാലും വരാമെന്ന് പറഞ്ഞു. ഗൗതം, സേറയുടെ മൊഴി നമുക്ക് ഫേവറബിൾ അല്ലെങ്കിൽ കേസ് കയ്യിൽ നിന്ന് പോവും. ഐ വോണ്ട് യു ടു ടോക്ക് ടു ഹർ. ഞാൻ പറഞ്ഞാലൊന്നും അവള് കേൾക്കണമെന്നില്ല. സേറ നിന്റെ ഫ്രണ്ട് അല്ലേ? നീ അവളോട് ഉള്ള കാര്യം തുറന്നു പറ. നിനക്ക് സേറനെ പോലും കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നീ മറ്റുള്ളവരെ എങ്ങനെ കൺവിൻസ് ചെയ്യും? വേറെയും പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? മുഖത്ത് നോക്കി സംസാരിക്കുക ഗൗതം. എന്താ പ്രശ്നം എന്ന് പറ. ശരി, ഇതെല്ലാം നിങ്ങൾക്ക് പറയണമെന്നുണ്ടോ? ഉണ്ട്, പറഞ്ഞേ പറ്റൂ. ഇനി ഇതിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് മറക്കണ്ട. എന്തേ, പറയാൻ ബുദ്ധിമുട്ടുണ്ടോ?
പറ. അനുഷയ്ക്ക് എന്നെ എനിക്കറിയായിരുന്നു അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു. സൈറയായിട്ട് ഇത് നീ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? സൈറയാണ് എന്നോട് കാര്യം പറഞ്ഞത്. പക്ഷെ ഇത്ര വലിയ പ്രശ്നമൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് ആരും ചീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങളെയോ? അനുഷ എന്നോട് അടുപ്പം കാണിക്കുന്നതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇത്ര സീരിയസ് ആണെന്നൊന്നും അന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അന്ന് രാത്രി നടന്നത് ഞാൻ കരുതിക്കൂട്ടി ചെയ്തൊന്നുമല്ല. ഇറ്റ് വാസ് മ്യൂച്വൽ. പ്ലീസ് എന്നെ വിശ്വസിക്കും. നിന്നെ വിശ്വസിക്കേണ്ടത് ഞാനല്ല, കോടതിയാണ്. ഞാൻ അനുവിനെ കെട്ടാന്ന് പറഞ്ഞ പ്രശ്നം തീരോ? കഷ്ടം. എന്നെ എങ്ങനെയെങ്കിലും ഇതൊന്നും രക്ഷിക്കും. ഞാൻ വേണം അനുവിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാം. അനുഷയ്ക്കെന്നല്ല, ഇനി ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന കാര്യം അല്ലല്ലോ നീ ചെയ്തേക്കുന്നേ. നീ ആ സൈറനെ വിളിക്ക്. എന്നിട്ട് ഈ കരച്ചിലൊക്കെ അവളുടെ മുന്നിൽ കരഞ്ഞു കാണിക്ക്. നിന്റെ ജീവിതം ഇപ്പോൾ അവളുടെ കയ്യിലാണ്. എനിക്കറിയായിരുന്നു അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു. അങ്ങനെ നീ ജയിച്ചാൽ നമ്മുടെ ഓഫീസിൽ പഴയ മുറി ഒഴിഞ്ഞെടുപ്പില്ലേ? ഞാൻ ഈ പ്രോസിക്യൂട്ടർ പണി രാജിവെച്ച് അവിടെ വന്നിരിക്കും. അനുഷയുടെ മാനസികാവസ്ഥ നേരിട്ട് വിറ്റ്നസ് ചെയ്ത ഒരാളെന്നുള്ള നിലയിലും അതുപോലെ ഇവരുടെ ഒരു കോമൺ ഫ്രണ്ട് എന്നുള്ള നിലയിലും സേരയുടെ മൊഴി കോടതി വളരെ സീരിയസ് ആയിട്ട് എടുക്കും. അതുകൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് യാതൊരു ഫോൾട്ടും വരാൻ പാടില്ല. അന്ന് സേറ ഹോസ്റ്റലിൽ തിരിച്ചെത്തിക്കഴിഞ്ഞിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയാമോ? ഞാൻ റൂമിലേക്ക് കയറി ചെന്നപ്പോൾ കാണുന്നത് അനുഷ ആത്മഹത്യക്ക് ശ്രമിക്കുന്നതാണ്. അപ്പോൾ തന്നെ ഞാൻ അവളുടെ കയ്യിൽ നിന്ന് ആ ബ്ലേഡ് പിടിച്ചു മാറ്റി. പിന്നെ കുറേ ചോദിച്ചപ്പോഴാണ് നടന്ന കാര്യങ്ങൾ അവൾ എന്നോട് പറയുന്നത്. സേറയ്ക്ക് ഗൗതമിനെ കോളേജ് സമയം മുതലേ അറിയാലോ. അപ്പോൾ അന്ന് മുതൽ ഗൗതമിനുണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റി ഞാൻ ചോദിക്കും. യുവർ ഓണർ, ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചോദ്യങ്ങൾ ഇവിടെ അനുവദിക്കാൻ പാടില്ല. ബന്ധമുണ്ട് യുവർ ഓണർ. ഇത്തരം കേസുകളിൽ പ്രതിയുടെ ക്യാരക്ടർ അറിയുക എന്നത് ആവശ്യമാണ്. താങ്ക് യു യുവർ ഓണർ. പറഞ്ഞോളൂ. സേറ പരിചയപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ പ്രതിക്ക് ഒന്നിലധികം ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. അവരിൽ ആരുമായും പ്രതിക്കൊരു സീരിയസ് റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ? ഇല്ല. ഇതൊന്നും അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു ക്യാരക്ടർ അല്ല പ്രതിയുടേത്, ശരിയല്ലേ? ഗൗതമിന് കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് ഉണ്ടെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അടുത്തതാണ് ഈ കേസിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ചോദ്യം. അനുഷ ഗൗതമിനെ പ്രണയിക്കുകയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു എന്ന് സേറ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. തിരിച്ച് ഗൗതം അനുഷയോട് പ്രണയം ഭാവിക്കുകയും വിവാഹം കഴിക്കാമെന്ന പ്രതീക്ഷ കൊടുക്കുകയും ചെയ്തിരുന്നില്ലേ? എനിക്കറിയില്ല. ഞാൻ ചോദ്യം ആവർത്തിക്കാം. വേണ്ട, ഞാൻ കേട്ടു. ഇതിനുത്തരം എനിക്കറിയില്ല. അനുഷയ്ക്ക് തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഗൗതമിന് തുടക്കം മുതലേ അറിയാമായിരുന്നില്ലേ? എനിക്കറിയില്ല. സേറ തന്നെയല്ലേ ഗൗതമിനോട് ഇതിനെപ്പറ്റി പറഞ്ഞത്? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. യുവർ ഓണർ, വിറ്റ്നസ് ഹാസ് ഓൾറെഡി ആൻസർഡ് ദ ക്വസ്റ്റ്യൻസ്. യെസ്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കോടതിയിൽ മൊഴിമാറ്റം പറഞ്ഞത് ആരാ? പ്രോസിക്യൂഷൻ, ഡു നോട്ട് ക്രോസ് യുവർ ലൈൻ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. സേറയ്ക്ക് ഈ കേസിലെ വിക്ടിമായിട്ടുള്ള ബന്ധം എന്താണ്? ഞങ്ങൾ ഹോസ്റ്റൽ റൂംമേറ്റ്സ് ആണ്. അനുഷ ഒരു നിർബന്ധക്കാരിയാണോ? ഒബ്ജക്ഷൻ യുവർ ഓണർ. യുവർ ഓണർ, പ്രതിയുടെ ക്യാരക്ടർ അറിയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വിക്ടിമിന്റെ ക്യാരക്ടർ അറിയുന്നത്. പറഞ്ഞോളൂ. വാശിയുള്ള കൂട്ടത്തിലാണ്. അനുഷയ്ക്ക് നിങ്ങളുടെ ഹോസ്റ്റൽ വാർഡനായിട്ട്
എന്തോ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? ഉം. അതെന്തായിരുന്നു? അവള് ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ അധികം ലേറ്റ് ആവാറുണ്ടായിരുന്നു. ഇത് കുറേ ആയപ്പോൾ വാർഡൻ പ്രശ്നം ഉണ്ടാക്കി അവളോട് ഹോസ്റ്റൽ മാറാൻ പറഞ്ഞു. എന്നിട്ട് അനുഷ നേരത്തെ വന്നു തുടങ്ങിയോ? ഇല്ല. അപ്പോൾ വാർഡനൊന്നും പറഞ്ഞില്ല? ഈ ഹോസ്റ്റലിന് കൊമേഴ്ഷ്യൽ ലൈസൻസ് ഇല്ല. അപ്പോൾ അവളതിനെപ്പറ്റി കംപ്ലൈൻറ്റ് ചെയ്യുന്നു പറഞ്ഞപ്പോൾ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതായത് അനുഷയ്ക്ക് വാശി കയറിയാൽ ഏതറ്റം വരെ പോകാനും മടിക്കില്ല അല്ലേ? യു പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ. അനുഷ അന്ന് രാത്രി ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ സേർ എവിടെയായിരുന്നു? ഞാൻ വേറൊരു റൂമിലായിരുന്നു. കൃത്യസമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ അരുതാത്തത് സംഭവിക്കുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഓ, അതെന്തൊരു ഭാഗ്യമായിപ്പോയല്ലേ. അല്ല, സേർ എങ്ങനെയാണ് മുറിക്കകത്ത് കയറിയത്? വാതിൽ പൊളിക്കേണ്ടി വന്നോ? ഡോറ് ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഓ, റൂം ലോക്ക് ചെയ്തെയാണ് അനുഷ ആത്മഹത്യക്ക് ശ്രമിച്ചതല്ലേ? ശരി, സേറ മുറിക്കകത്ത് കയറിയപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അനുഷേനെയാണോ കണ്ടത്? അല്ല, ബ്ലേഡുമായിട്ട് ബെഡിലിരിക്കുകയായിരുന്നു. കയ്യിൽ എന്തെങ്കിലും മുറിവുണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ ആത്മഹത്യ ശ്രമം എന്ന് പറയാൻ പറ്റില്ല. എന്നാലും അതിനു മുമ്പ് തന്നെ സേറ അവിടെ എത്തി അല്ലേ? യുവർ ഓണർ, വളരെ ഡെസ്പറേറ്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ വിക്ടിമിനെ ഒരു ആത്മഹത്യ നാടകത്തിലേക്ക് നയിക്കാനുണ്ടായ 2 സാധ്യതകൾ പറയട്ടെ. സേറ അവിടെ വരികയും താൻ ബ്ലേഡുമായിരിക്കുന്നത് കാണുകയും അതുവഴി ഒരു പക്ഷേ ഗൗതമിനോട് തനിക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് സംസാരിച്ചേക്കാമെന്ന പ്രതീക്ഷ. അല്ലെങ്കിൽ സേർ അവിടെ വരികയും താൻ ബ്ലേഡുമായിരിക്കുന്നത് കാണുകയും അതുവഴി ഗൗതമിനെതിരെ ശക്തമായ ഒരു തെളിവുണ്ടാക്കുക. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഇത് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം വിറ്റ്നസ് നേരത്തെ പറഞ്ഞതുപോലെ വിക്ടിം വാശിയുള്ള കൂട്ടത്തിൽ തന്നെയാണ്. That's all, Your Honor. പ്രോസിക്യൂഷൻ ഇനി സാക്ഷികളുണ്ടോ? നോ. പ്രോസിക്യൂഷൻ വിറ്റ്നസസ് ആർ ഓവർ. ഡിഫൻസ് കൗൺസിലിന് എവിഡൻസ് ഉണ്ടോ? No, Your Honor. Then 313 can be posted on October 23rd. ഈ കേസിന്റെ വാദവും അന്നേ ദിവസം കേൾക്കുന്നതാണ്. Thank you, Your Honor. മധു, നീ പറഞ്ഞോണ്ട് മാത്രമാണ് ഗൗതം സാരോട് സംസാരിച്ചത്. ദൈവാധീന മോളെ, ആ കുട്ടിക്ക് മൊഴിമാറ്റാൻ തോന്നിയല്ലോ. അങ്കിൾ സമാധാനമായിട്ടിരിക്കെ. ഇന്നത്തെ വിസ്താരം നമുക്ക് അനുകൂലമായിട്ട് വരൂ. ആൻറ്റി വീട്ടിൽ ഒറ്റയ്ക്കല്ലേ? നിങ്ങളെന്നാ ചെല്ലേ? എബിൻ ഇതെങ്ങനെ എടുക്കും? ഈ ഒറ്റ വിസ്താരം കൊണ്ട് ഞാൻ ഈ കേസ് പൂട്ടിയാനേ ഉള്ളൂരെ. ഞാൻ തലങ്ങും വിലങ്ങും ട്യൂട്ടർ ചെയ്ത് കൊണ്ടുവന്ന സാക്ഷിയാ കൂട്ടി കയറിപ്പോ മൊഴി മാറ്റിയത്. ഡിഫൻസ് നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ. അത് അവനെപ്പോലുള്ളവർ രക്ഷിക്കാനാണെന്ന് ആലോചിക്കുമ്പോഴാ. നമ്മുടെയൊക്കെ തൊഴിൽ വേറെ, ആദർശം വേറെ. നമ്മളൊക്കെ പ്രൊഫഷണൽസ് അല്ലേ. അവളെ ന്യായീകരിക്കാനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? അയ്യോ, ആരെയും ന്യായീകരിക്കാനോ ഇതിൻ്റെ ഇടയ്ക്ക് റെഫറി കളിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കേസും കൂട്ടമൊക്കെ നാളെ അങ്ങ് തീരും. രണ്ടിൻ്റെ ജീവിതം കൊണ്ട് കളഞ്ഞേക്കരുത്. എത്ര നാളെന്ന് വെച്ചാടാ ഇങ്ങനെ 2 മുറി കിടക്കുന്നത്? പ്രതി മുൻപിലോട്ട് കയറി വരണം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയണം. സാക്ഷി വിസ്താരം മുഴുവൻ കേട്ട് മനസ്സിലായല്ലോ? മനസ്സിലായി. ഈ കേസിലെ വിക്ടീമുമായി പ്രണയബന്ധത്തിലായിരുന്നു? അല്ല. വിക്ടീമിന് വിവാഹം കഴിക്കാമെന്ന് വാക്ക് കൊടുത്തിരുന്നോ? ഇല്ല സർ. 2019 മെയ് 24-ാം തീയതി ഈ കേസിലെ ഇരയുമായി താങ്കൾ ശാരീരികമായി ബന്ധപ്പെട്ടിരുന്നോ? ഇരയെ മദ്യപിക്കാൻ നിർബന്ധിച്ചിരുന്നോ? ഇല്ല സർ. ഈ കേസിലെ പെൺകുട്ടിക്ക് തന്നെ ഇഷ്ടമാണെന്ന് തനിക്കറിയാമായിരുന്നോ? ഏതെങ്കിലും ചോദ്യം നമുക്കെതിരെ ഉപയോഗിക്കാൻ സാധ്യത ഉണ്ടെന്ന് സംശയം തോന്നിയാൽ അത് സത്യമാണെങ്കിൽ കൂടി അല്ല എന്നോ അറിയില്ല എന്നോ വേണം പറയാൻ. ഇല്ല, അറിയില്ല. കൂടുതലായി എന്തെങ്കിലും പറയാനുണ്ടോ? സാർ, അനുഷൻ്റെ ഫ്രണ്ടാണ്. ഞാൻ അവളെ മനഃപൂർവ്വം ചതിച്ചിട്ടില്ല. വിശ്വസിക്കണം.
Are you ready for the hearing? യെസ് യുവർ ഓണർ. യുവർ ഓണർ, എൻ്റെ കക്ഷിയെ ഞാൻ ആദ്യമായി കാണുന്ന ദിവസം ആ കുട്ടി എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇഷ്ടമാണെന്ന് അറിയാമായിരുന്നിട്ടും അവനിതെങ്ങനെ ചെയ്യാൻ മനസ്സ് വന്നു എന്ന്. പ്രതി ഇരയ്ക്ക് വിവാഹ വാഗ്ദാനം നൽകിയിരുന്നോ ഇല്ലയോ, അവർ തമ്മിൽ പ്രണയമായിരുന്നോ അതോ വെറും സൗഹൃദം മാത്രമായിരുന്നോ തുടങ്ങിയ തർക്കങ്ങൾക്കെല്ലാം ഇടയിൽ എൻ്റെ കക്ഷിയുടെ ആ ചോദ്യം ഇപ്പോഴും മുഴച്ചു നിൽക്കുന്നുണ്ട്. അതിനുത്തരം കൊടുക്കേണ്ടത് കോടതിയല്ല, പ്രതിയുടെ മനസാക്ഷിയാണ്. അത് മരവിക്കുന്നിടത്താണ് നിയമം ശബ്ദിക്കേണ്ടത്. ആ നിയമത്തിന് മുമ്പിൽ പ്രതി കുറ്റവാളിയാണ്. IPC 415 375 വകുപ്പ് പ്രകാരമുള്ള കുറ്റം പ്രതി ചെയ്തിട്ടുണ്ട്. യുവർ ഓണർ, ഈ കേസിൽ കോടതി ഓർക്കേണ്ട മറ്റൊന്നുകൂടിയുണ്ട്. ഇതിന്റെ വിധി എന്തു തന്നെ ആയാലും അത് നാളെ സമൂഹത്തിൽ പ്രതിഫലിക്കാൻ പോകുന്ന ഒന്നായിരിക്കും. നിയമം ഇത്രയധികം സംരക്ഷണം നൽകിയിട്ടും നമുക്ക് ചുറ്റും വഞ്ചിക്കപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം നമ്മൾ അറിയുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ്. അവരിൽ പലരും ഇപ്പോഴും മുന്നോട്ട് വരാൻ മടിക്കുന്നത് നിരവധി കാരണങ്ങൾ കൊണ്ടാകാം. അതിലൊരു കാരണമാകരുത് ഈ വിധി. അതുകൊണ്ട് in the name of Anusha and many other Anushas, I request the Honorable Court to convict the accused for the offences charged and award him the maximum sentence prescribed for the same. യുവർ ഓണർ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 14-ൽ ഏതൊരു പുരുഷനും സ്ത്രീക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ പരിരക്ഷയും ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹം ആ ഉറപ്പ് തരുന്നുണ്ടോ? ഉദാഹരണത്തിന്, സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് എന്നൊരു സ്ത്രീ പറഞ്ഞപ്പോൾ ജനങ്ങൾ അത് ആഘോഷിച്ചു. പക്ഷേ ഇതൊരു പുരുഷൻ പറഞ്ഞാലോ? ഇതേ ചോദ്യം തന്നെയാണ് ഈ കേസിലും നിലനിൽക്കുന്നത്. എൻ്റെ കക്ഷിയെ കുറ്റവാളി എന്ന നിയമത്തിന് മുന്നിൽ മുദ്ര കുത്തുമ്പോൾ അതേ നിയമം ഒരു സ്ത്രീക്ക് അനുവദിക്കുന്നതിൽ കവിഞ്ഞൊന്നും എൻ്റെ കക്ഷി ഈ കേസിൽ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ പക്ഷഭേദം? രണ്ട് വ്യക്തികൾ ഒരേ താല്പര്യത്തോടെ ഒരേ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ ഒരാൾ മാത്രം കുറ്റക്കാരനാവുന്നത് എങ്ങനെയാണ്? യുവർ ഓണർ, ഞാനൊരു ഫെമിനിസ്റ്റാണ്. ആ വാക്കിൻ്റെ അർത്ഥം പോലെ തന്നെ ഓരോ വ്യക്തിക്കും, അതൊരു പുരുഷനായാലും സ്ത്രീയായാലും മറ്റേതൊരു ജെൻഡർ ആയാലും, തുല്യത കിട്ടണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ തുല്യതയ്ക്ക് വേണ്ടി ഞാനടക്കമുള്ള ഓരോ സ്ത്രീയും ദിനം പ്രതി കഷ്ടപ്പെടുമ്പോൾ ഒരു പുരുഷന്റെ പോലും അവകാശങ്ങൾ ഇല്ലാതാകാനോ അവന് നീതി നിഷേധിക്കപ്പെടാനോ പാടില്ല. ഞങ്ങളുടെ സംരക്ഷണം മുന്നിൽ കണ്ടുണ്ടാക്കിയ അതേ നിയമം ഒരു സ്ത്രീ മിസ്യൂസ് ചെയ്താൽ ശിക്ഷിക്കപ്പെടുന്നത് ഒരു നിരപരാധിയായിരിക്കും. എന്നാൽ ഇതേ സമൂഹം ഞങ്ങളെ ഒന്നടങ്കം തള്ളിപ്പറയും. അതുകൊണ്ട് ഒരു തെറ്റായ കേസും വരരുതെന്നുള്ളത് ഓരോ സ്ത്രീയുടെയും ആവശ്യമാണ്. യുവർ ഓണർ, നിയമത്തെ വളച്ചൊടിച്ച് എൻ്റെ കക്ഷിയെ കുറ്റവാളിയായി ചിത്രീകരിക്കാനാണ് പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞ് നിരപരാധിയായ എൻ്റെ കക്ഷിയോട് ദയവുണ്ടാവണമെന്ന് കോടതിയോട് ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. The case is taken for orders. Orders will be pronounced on November 4th. SC 192/16. എന്താ ചേച്ചി? മധു, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഇരിക്കേ ചേച്ചി. മധു, നീയും എബിനും തമ്മിലുള്ള ഈഗോ അത് കോടതിക്കുള്ളിൽ മാത്രം തീരുന്ന ഒന്നായിട്ട് ആദ്യം മുതലേ എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷേ ഞാനത് ഇത്രയും നാൾ കണ്ടില്ല എന്ന് വെച്ചത് എൻ്റെ സ്വാർത്ഥതയാണ്. അതങ്ങനെ കാണേണ്ട ആവശ്യമില്ല ചേച്ചി. മധു, ഗൗതം നിരപരാധിയാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്കതറിയേണ്ട കാര്യവുമില്ല. ഞാൻ അവൻ്റെ ചേച്ചിയാണ്. എനിക്ക് അവനെ പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റൂ. അവിടെ നമ്മളെല്ലാവരും സ്വാർത്ഥരാകും, ആവണം. പക്ഷേ അതിനെയും നിങ്ങളെ ബാധിച്ചാൽ ഐ വോണ്ട് ബി ഏബിൾ ടു ഫോർഗിവ് മൈസെൽഫ്. എൻ്റെ അനിയനെ തിരിച്ചു തരാൻ നീ നിൻ്റെ ലൈഫ് കൊണ്ട് സ്പോയിൽ ചെയ്യരുത്. അത് മണ്ടത്തരാണ്. കേസ് കഴിഞ്ഞു. പ്ലീസ് സോർട്ട് ഇറ്റ് ഔട്ട് വിത്ത് എബിൻ. തിരിച്ച് ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഒളിച്ചോടാൻ മാത്രം നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ.
ഈ കേസിന്റെ വിധി നേരത്തെ അറിയാൻ സാധിക്കുമോ? ചെയ്യാവുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്തിട്ടില്ലേ? ഇനിയെല്ലാം ജഡ്ജിൻ്റെ ഡിസ്ക്രിപ്ഷൻ പോലെയാണ്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എനിക്ക് അനുഷയോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം. ആയിക്കോട്ടെ. വിധിയെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനുണ്ടോ? നമുക്ക് രണ്ടാൾക്കൊരു സിമിലാരിറ്റി ഉണ്ട്. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളെയാണ് നമ്മൾ ഈ കേസിൽ തോൽപ്പിക്കേണ്ടത്. അതിലൊന്നും കാര്യമില്ല. എനിക്കെന്തായാലും ഈ കേസ് ജയിച്ചേ പറ്റൂ. നിലനിൽപ്പിൻ്റെ പ്രശ്നമാണല്ലോ. മാധവിക്കും അങ്ങനെ തന്നെയാണ്, എനിക്കറിയാം. പക്ഷേ ഈ കേസിൽ എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടി കിട്ടിയത് സൈറയുടെ മൊഴിമാറ്റമാണ്. വിസ്താരത്തിന് മുമ്പ് മാധവി ടെൻഷൻ അടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടതാ. സൈറ മൊഴിമാറ്റി പറഞ്ഞപ്പോൾ മാധവി ഞെട്ടുന്നതും ഞാൻ കണ്ടു. ഞങ്ങളെ വക്കീലന്മാരെ ഉത്തരങ്ങളല്ല, നമുക്ക് ആവശ്യമുള്ള ഉത്തരം കിട്ടാൻ എന്ത് ചോദ്യം ചോദിക്കണം എന്നാണ് ചിന്തിക്കാറുള്ളത്. സോ വാട്ട് ഈസ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ ഹിയർ? സൈറ എന്തിനു മൊഴിമാറ്റി എന്നുള്ളതാണോ, അതോ ആര് പറഞ്ഞാലാണ് സൈറ മൊഴിമാറ്റാൻ സാധ്യത എന്നുള്ളതാണോ? ഞാൻ തന്നെ ജഡ്ജ് ചെയ്യല്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം താൻ എൻ്റെ ക്ലയൻറ്റാണ്. പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് അറിയണമെന്നുണ്ട്. അനുശ്വരിക്ക് ചോദിച്ചില്ലേ കേസ് പിൻവലിക്കാൻ പറ്റുമെന്ന്? അതെന്തിനായിരുന്നു? ഗൗതമിന് എത്ര വർഷത്തെ ശിക്ഷ കിട്ടുമെന്ന് ചോദിച്ചില്ലേ? അതെന്തിനായിരുന്നു? എനിക്കറിയില്ല, എനിക്ക് ശരിക്കും അറിയില്ല. അവൻ എന്നെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ എത്ര കരഞ്ഞിട്ട് കാല് പിടിച്ചിട്ടും അവനൊന്ന് കേൾക്കാൻ പോലും നിന്നതില്ല. അന്ന് എനിക്ക് അവനോട് ദേഷ്യമായിരുന്നു. അവൻ എന്നെ ചീറ്റ് ചെയ്താന്ന് പറഞ്ഞ് അച്ഛൻ കേസ് കൊടുക്കാൻ നിർബന്ധിച്ചപ്പോ ഞാൻ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. ആദ്യമേ അവൻ എന്നെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ എന്താണെന്നുള്ളത് കുറച്ചുകൂടെ വ്യക്തമായി അവനോട് പറഞ്ഞിരുന്നെങ്കിൽ, എല്ലാം കഴിഞ്ഞ് കുറച്ച് സമയമെടുത്ത് ഒന്നേരം സംസാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോ, എനിക്കറിയില്ല. ഈ കേസ് ജയിച്ചാൽ കൂടി അപ്പുറത്ത് നിൽക്കുന്നത് സാറിന്റെ ഭാര്യയല്ലേ. അവര് സങ്കടപ്പെടുന്നുണ്ട്, സാറിന് എത്രന്ന് വെച്ചാൽ സന്തോഷിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് എനിക്കും. അതുകൊണ്ടാണ് ഞാൻ സൈറയോട് മൊഴി മാറ്റാൻ പറഞ്ഞത്. ഐ ആം സോറി, ഐ ആം റിയലി സോറി. മധു,
മധു, എബി മാറ്, എൻ്റെ മുഖത്തേക്ക് നോക്ക്. മാറ് ബി. മുഖത്തേക്ക് നോക്കാൻ. എന്താണ്? കുറച്ച് നീങ്ങിയിരിക്കുക. മറികെ SC 1398/19. Accused is present, Your Honor. This case was very well conducted by the prosecution and equally well contested by the counsel for the accused. രണ്ടുപേരും ഈ കോടതിയുടെ പ്രശംസ അർഹിക്കുന്നു. മൂവിംഗ് ഓൺ ടു ദി ജഡ്ജ്മെന്റ് ഓഫ് ദിസ് കേസ്. കേസിൽ പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളിൽ IPC 415 വകുപ്പ് പ്രകാരമുള്ള കുറ്റം, പെൺകുട്ടിയെ പ്രതി മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയെന്ന് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. എങ്കിൽ കൂടി പരാതിക്കാരിയുമായി ശാരീരികമായി ബന്ധപ്പെട്ടത് അവൾ മദ്യപിച്ചതിന് ശേഷമാണെന്നുള്ള വസ്തുത ഈ കോടതിക്ക് തള്ളിക്കളയാൻ കഴിയില്ല. വിക്ടിം വാസ് നോട്ട് ഇൻ എ സൗണ്ട് മൈൻഡ് ആൻഡ് ഹെയർ കൺസെന്റ് വാസ് എ മാനിപ്പുലേറ്റഡ് വൺ. അതിനാൽ വിക്ടിമിന്റെ മൊഴിയുടെയും മറ്റ് സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ IPC 375 വകുപ്പ് പ്രകാരമുള്ള കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കണ്ട് പ്രതിക്ക് 10 വർഷത്തെ കഠിന തടവും 50,000 രൂപ പിഴയും ഈ കോടതി ശിക്ഷയായി വിധിക്കുന്നു. മധു, നീ ഓക്കെ അല്ലേ? വേറൊരു ജോലിക്കും ഇങ്ങനത്തെ അവസ്ഥ കാണില്ലായിരിക്കും അല്ലേ? തെറ്റോ ശരിയോ പാടില്ല, മനസാക്ഷി പാടില്ല, നമുക്കെല്ലാ കക്ഷികൾ മാത്രം. ശരിയും തെറ്റൊക്കെ ഉണ്ടോ? എല്ലാം പെർസ്പെക്റ്റീവ്സ് അല്ലേ? അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ജഡ്ജ് ചെയ്യാൻ നമ്മളാരാ? കറുപ്പുമില്ല, വെളുപ്പുമില്ല, ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ഗ്രേ, അത്രേ ഉള്ളൂ. യൂസ്ഡ് ആവണം, ആയല്ലേ പറ്റൂ. ഗൗതമിനെ കൺവിക്ട് ചെയ്തുകൊണ്ടാണോ അതോ കേസ് തോറ്റുകൊണ്ടാണോ ഈ വിഷമം? രണ്ടും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഡിഫൻസ് പ്രതീക്ഷിച്ച പോലെ വീക്കായിരുന്നോ? അയ്യോ, എന്നെ വെള്ളം കുടിപ്പിച്ച് കളഞ്ഞു. നീ എന്താ പ്ലാൻ? എന്തായിരിക്കും? ഹൈക്കോർട്ട്. അവിടെ പോയി വേറെ ആരെയെങ്കിലൊക്കെ വെള്ളം കുടിക്കും. ആ, അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ.
ഞാൻ കഴിഞ്ഞ കേസിലും പറഞ്ഞതല്ലേ, ഇത് കോടതിയാ, നിങ്ങളുടെ വീടല്ലാന്ന്. കോടതി മുറിക്കകത്ത് വെച്ച് എന്ത് തോന്നിയാസവും പറയാവുന്നതാണോ? നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കോടതിക്ക് പുറത്ത് വെച്ചാവാം. സോറി യുവർ ഓണർ.